ഹായ് മക്കളെ, മാരിസാറടാ മെന്ററിൽ നിന്നാണ് ഇപ്പോൾ ഉള്ളത്. സോ എടാ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ചാപ്റ്റർ എത്ര ആയിരിക്കോടാ? ഞങ്ങൾ കണ്ടേക്കും അല്ലേ? ഏതായിരിക്കോടാ? 6ാം ചാപ്റ്റർ. പേരെന്തായിരിക്കോടാ? അതെ, മെറ്റൽസ് അഥവാ ലോഹങ്ങള്. നിങ്ങളെല്ലാവരും ലോഹങ്ങളെ കണ്ടിട്ടുണ്ടോ? എന്താ ഈ സാറ് പറയാൻ ലോഹങ്ങൾ കാണാത്ത ആരെയൊക്കെ ഉണ്ടോ? എടാ, എല്ലാവരും ലോഹങ്ങൾ കണ്ടേക്കും. ഇന്നലെ ഒരു കൗതുകത്തിനുമായിട്ട് ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ. റെഡിയാണോ? എടാ, നമ്മള് ഈ ഒരു ചാപ്റ്ററിലടാ ഒരു മെറ്റൽസിനെ പറ്റിയിട്ടല്ലേ ഒരുപാട് മെറ്റൽസിന്റെ എക്സ്ട്രാക്ഷൻ, അതായത് KGF 2ാം ഭാഗം എന്ന് പറയും. അത് മെന്ററിൽ നിന്നായിരിക്കും നമുക്ക് ഉണ്ടാവുക. കാരണം ആ രീതിയായിരിക്കും നമുക്ക് ക്ലാസ് ഇവിടെ ഉണ്ടാവുള്ളൂ. റെഡിയാണോ? സോ നിങ്ങൾ എന്ത് ചെയ്യടാ? സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ കണ്ടേക്കും അല്ലേ? ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, മാത്സ് ആയിക്കോട്ടെ, ബയോളജി ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. സോ ക്ലിയറിംഗ് ക്ലാസ്സുകളുമായിട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക അല്ലേ? സോ ഒരുപാട് കുട്ടികൾ ഞാൻ കമന്റ് ബോക്സ് ഒക്കെ വായിക്കുന്നുണ്ട് അല്ലേ? ഒരുപാട് കുട്ടികൾ അൻഷിഫ് അങ്ങനെ ഒരുപാട് കുട്ടികളൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, സാറേ നെയിം വിളിക്കൊക്കെ. സോ അൻഷിഫ് ഒക്കെ എന്ത് ചെയ്യുക? കമന്റ് ബോക്സ് ഒക്കെ ആക്ടിവേറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. എനിവേ നല്ലതുപോലെ ഉഷാറായിട്ട് ക്ലാസ് കേൾക്കുന്നുണ്ട് അൻഷിഫ് എന്ന് പറഞ്ഞ സ്റ്റുഡന്റ്. സോ 2-3 സ്റ്റുഡൻസ് ഇനിയുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് പേര് നോക്കിയിട്ടില്ല. ഒരുപാട് കുട്ടികൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കമന്റ് ബോക്സുകളിൽ. ഓക്കെ, 2-3 സ്റ്റുഡൻസ് ഒക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, സാറേ കമന്റ് ബോക്സിൽ നെയിം വിളിയൊക്കെ പറഞ്ഞിട്ട്. സോ അതൊക്കെ പേര് എപ്പോൾ വിളിക്കട്ടോ. ഓക്കെ, ആരൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, അൻഷാഫ് അല്ലെ, അൻഷാഫ് 665. ഓക്കെ, അൻഷാഫ് ക്ലാസ് കാണുന്നുണ്ടെന്ന് മനസ്സിലായി. പിന്നെ അതുപോലെ ദീന ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ റിയാസ് ബാബു R5U അല്ലെ, മക്കളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ക്ലാസ് കാണുന്നുണ്ടെന്ന് മനസ്സിലായി. കാരണം എന്ത് ചെയ്യുന്നുണ്ട്? കമന്റ് ബോക്സുകളിൽ ഇങ്ങനെ ചെറപറ നെയിമൊക്കെ വരുന്നുണ്ട്. സോ വേറെ 2-3 സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് നോക്കട്ടെ. പിന്നെ നെക്സ്റ്റ് ഇതിൽ ആരുമില്ല. പിന്നെ 10ാം ക്ലാസ്സിലാണ് തോന്നുന്നുണ്ട് എനിക്ക് ഒരുപാട് കമൻറ്റ് ബോക്സുകൾ വായിക്കാൻ അവസരം കിട്ടിയിട്ടുള്ളത്. ഓക്കെ, 2-3 ആൾക്കാരുണ്ട്. പിന്നെ ദീന, പിന്നെ അതുപോലെ തന്നെ ഷെഫീഖ് അലി കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ ഒരുപാട് കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്? കമൻറ്റ് ബോക്സുകളിൽ പേരൊക്കെ നെയിം വിളിയൊക്കെ പറയുന്നുണ്ട്. സോ അവരൊക്കെ അതിൻ്റെ അർത്ഥം ക്ലാസ് കണ്ടൊക്കെ ഒന്ന് വിശ്വസിക്കുന്നു. സോ മക്കളെ, ഇനിയും എന്ത് ചെയ്യുക? കമൻറ്റ് ബോക്സുകൾ ആക്ടിവേറ്റ് ആയിക്കോളി. സോ നമുക്ക് ചാപ്റ്ററിലേക്ക് വരാം മക്കളെ. മെറ്റൽസ് അഥവാ ലോഹങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അല്ലേ? എടാ, ഈ ഒരു മെറ്റൽസ് അഥവാ ലോഹങ്ങളിൽ എടാ നമ്മൾ ഒരുപാട് മെറ്റൽസിനെ പറ്റി പഠിച്ചിട്ടുണ്ട് അല്ലേ? ഏതൊക്കെ? എന്താ പറയുന്ന സാറ്, എത്രങ്ങാനും മെറ്റൽസ് ഉണ്ട്. എടാ, നമ്മൾ പീരിയോഡിക് ടേബിൾ തന്നെ എടാ 2 ഗ്രൂപ്പുകൾ അല്ലെ, അല്ലെങ്കിൽ വേണ്ട ഒരു ബ്ലോക്ക് കംപ്ലീറ്റ് എന്തായിരിക്കും? ഒരു മെറ്റൽസ് ആയിരിക്കും. അത് ഏത് ബ്ലോക്കടാ? S ബ്ലോക്ക്. അതിന്റെ അർത്ഥം ഗ്രൂപ്പ് 1ഉം ഗ്രൂപ്പ് 2ലും എന്തുണ്ടടാ? കൂടുതൽ അവരെന്തായിരിക്കും? മെറ്റൽസുകളായിരിക്കും, ലോഹങ്ങളായിരിക്കും. എടാ, നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് ലോഹത്തിൻ്റെ എക്സ്ട്രാക്ഷൻ അഥവാ അതിനെ ശുദ്ധീകരിക്കുക, പിന്നെ അതിനെ ഓക്സൈഡാക്കി മാറ്റുക, പിന്നെ അതിനെ സെപ്പറേറ്റ് ചെയ്യുക, അതിനെ പല രീതികളിലും പല ടെക്നിക്കുകളും ഉപയോഗിച്ചിട്ട് ആ ലോഹത്തിനെ വേർതിരിക്കുക എന്നൊക്കെയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ എന്ത് പഠിക്കാനുള്ളത്. സോ മക്കൾ റെഡി ആണെങ്കിൽ മക്കളെ നെക്സ്റ്റ് നമുക്ക് ചാപ്റ്ററിലേക്ക് കടന്നു പോകട്ടോ. സോ ഫസ്റ്റ് ആണ് മക്കളെ, എന്താണ് മിനറൽസ് അഥവാ ധാതുക്കൾ എന്ന് പറയും. എടാ, ധാതുക്കൾ അഥവാ മിനറൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടാ ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന, അതായത് ഭൂമിയിൽ കാണപ്പെടുന്ന, അതായത് എർത്ത് ക്രസ്റ്റിൽ കാണപ്പെടുന്ന എല്ലാ ലോഹങ്ങളുടെയും അലോഹങ്ങളുടെയും സംയുക്തങ്ങളെ പറയുന്ന പേരാണ് മക്കളെ എന്തടാ? മിനറൽസ് അഥവാ ധാതുക്കൾ എന്ന് പറയും. അതായത് metallic and non-metallic compounds, the metallic and non-metallic compounds, the metallic and non-metallic compounds present in earth crust, അതായത് ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന എല്ലാ ലോഹങ്ങളുടെയും അലോഹങ്ങളുടെയും സംയുക്തങ്ങളെ പറയുന്ന പേരാണ് മക്കളെ എന്തടാ? മിനറൽസ് അഥവാ ധാതുക്കൾ എന്ന് പറയും. റെഡിയാണോ? അത് നെക്സ്റ്റ് പോയിന്റ് നോക്കിക്കോട്ടെ മക്കളെ. അതായത് ദ സെയിം മെറ്റൽ, ഒരേ മെറ്റലിന് തന്നെ, അതായത് സെയിം മെറ്റൽസ് ക്യാൻ പ്രൊഡ്യൂസ് ഡിഫറെൻറ്റ് മിനറൽസ്. അതായത് ഒരേ ലോഹത്തിന് തന്നെ ഡിഫറെൻറ്റ് മിനറൽസ്, അതായത് ഒരേ ലോഹത്തിന് തന്നെടാ വ്യത്യസ്തമായിട്ടുള്ള ധാതുക്കൾ എന്തെയും കാണപ്പെടും. സിമ്പിൾ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം മക്കളെ. അലൂമിനിയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെറ്റൽ എടുത്തു, ഒരു ലോഹം എടുത്തു. എടാ, അലൂമിനിയത്തിൻ്റെ മിനറൽസ് അഥവാ ധാതുക്കൾ, ഒന്നാമത്തെ ധാതുക്കളാരാ മക്കളെ? ബോക്സൈറ്റ്. റെഡിയാണോ? ഒന്നാമത്തെ ആരാടാ? ബോക്സൈറ്റ്. രണ്ടാമത്തെ ആരാ മക്കളെ? ക്രയോലൈറ്റ്. ബോക്സൈറ്റ്, ക്രയോലൈറ്റ്. നെക്സ്റ്റ് ആരാ മക്കളെ? ക്ലേ. സോ ഒരേ മെറ്റൽ, അതായത് ഒരൊറ്റ മെറ്റൽ അല്ലേ?
അല്ലേ? ഒരു മെറ്റലാണ് അലുമിനിയം. ദ സെയിം മെറ്റൽ, ഒരു മെറ്റൽ തന്നെ ക്യാൻ പ്രൊഡ്യൂസ് അല്ലേ ഡിഫറെൻറ്റ് മിനറൽ, അതായത് ഒരേ ലോഹത്തിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ധാതുക്കൾ എന്തെയും കാണപ്പെടും. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ബോക്സൈറ്റ്, ക്രയോലൈറ്റ്, ക്ലേ. അതായത് സെയിം മെറ്റൽ ക്യാൻ പ്രൊഡ്യൂസ് ഡിഫറെൻറ്റ് മിനറൽസ്, അതായത് ഒരേ ലോഹത്തിൽ തന്നെ വ്യത്യസ്തമായുള്ള ധാതുക്കൾ കാണപ്പെടാം. റെഡിയാണോ? വേറെ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ സിങ്ക് എടുത്തെന്ന് എഴുതിക്കോ. സിങ്ക്. എടാ സിങ്കിൻ്റെ മിനറൽസുകൾ ആരൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെലാമിന്, സിങ്ക്, ബെൻഡ്, ഒരുപാട് ആളുകളുണ്ട് അല്ലേ? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു മെറ്റൽ ഉണ്ടെങ്കിൽ ആ മെറ്റൽ തന്നെ വ്യത്യസ്തമായുള്ള ധാതുക്കൾ എന്തെയും കാണപ്പെടും. അതിൻ്റെ അർത്ഥം ഈ ബോക്സിറ്റിൽ ആരുണ്ടടാ? അലൂമിനിയം എന്ന് പറഞ്ഞ മെറ്റലുണ്ട്. ക്രയോലൈറ്റിൽ ആരുണ്ട്? അലൂമിനിയം എന്ന് പറഞ്ഞ മെറ്റലുണ്ട്. ക്ലേ എന്ന് പറഞ്ഞ അതിലാരുണ്ട്? അതിലും ആരുണ്ടടാ? അലൂമിനിയം എന്ന് പറഞ്ഞ മെറ്റലുണ്ട്. അതായത് ഒരു മെറ്റൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ധാതുക്കൾ കാണപ്പെടാം. റെഡിയാണോ? നെക്സ്റ്റ് പോയിന്റ് ആയി. ക്ലിയർ ആണോ മക്കളെ? സോ നെക്സ്റ്റ് സ്ലൈഡ് നോക്കാം നമുക്ക്. ഓറ്. എന്താടാ ഓർ എന്ന് പറഞ്ഞാൽ? നമ്മളിപ്പോൾ പഠിച്ചു ധാതുക്കൾ എന്താ പഠിച്ചു അല്ലേ? ഒരുപാട് ധാതുക്കൾ അലുമിനിയത്തിന് നമ്മൾ പഠിച്ചു. 3 ധാതുക്കളാണ് പഠിച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ സാറിൻ്റെ ഒരു ഭംഗിക്കും വേണ്ടി ഒരുപാടെന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. സോ എന്താടാ 3 ധാതുക്കളാണ് നമുക്ക് പഠിക്കാനുള്ളത് അല്ലേ? ഏതൊക്കെ? ബോക്സൈറ്റ്, ക്രയോലൈറ്റ്, പിന്നെ ആരാ മക്കളെ? ക്ലേ. മക്കളെ ഇതിൽ തന്നെടാ ഈ 3 ആളുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇവർക്കൊക്കെ മക്കളെ ആരുണ്ടാ? ഏത് മെറ്റൽ ഉണ്ടായിരിക്കും? സോഡിയം ആയിരിക്കും ഉണ്ടാവുക, മഗ്നീഷ്യം ആയിരിക്കും ഉണ്ടാവുക, മണ്ടന്മാർ ആരായിരിക്കും ഉണ്ടാവുക? അലൂമിനിയം എന്ന് പറഞ്ഞ മെറ്റലെല്ലാം ഉണ്ടാവുക. അതായത് 3 മിനറൽസ് എടുത്തു. അപ്പോൾ ആരൊക്കെ? അല്ലെങ്കിൽ 3 ധാതുക്കൾ എടുത്തു. ബോക്സൈറ്റ്, ക്രയോലൈറ്റ്, ക്ലേ. മക്കളെ ഈ 3 മിനറൽസ് അഥവാ 3 ധാതുക്കളിൽ ഏതിലായിരിക്കും, അതായത് ഏത് ലോഹമായിരിക്കും അല്ലെങ്കിൽ ഏത് മെറ്റൽസ് ഈ ഒരു 3 മിനറൽസ് എടുത്തു കഴിഞ്ഞാൽ ഏത് മിനറലിൽ നിന്നാണോ, ഏത് മിനറലായിരിക്കോ ലോഹത്തിൻ്റെ അളവ് കൂടുതൽ? അതായത് ഇപ്പോൾ ബോക്സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ നോക്കിക്കോ. ഇപ്പോൾ ബോക്സൈറ്റ്, നെക്സ്റ്റ് ആരാണ്? ക്രയോലൈറ്റ്. ബോക്സൈറ്റ്, ക്രയോലൈറ്റ്. നെക്സ്റ്റ് ആരാണ് മക്കളെ? ക്ലേ. എടാ ഞാൻ 3 മിനറൽ എടുത്തു എന്ന് കരുതിക്കോളി. എൻ്റെ കയ്യിൽ എത്ര മിനറൽ ഉണ്ടടാ? 3 മിനറൽസ് അഥവാ 3 ധാതുക്കളുണ്ട്. മക്കളെ ഈ ബോക്സൈറ്റിൽ ആരുണ്ടടാ? അലൂമിനിയം എന്ന് പറഞ്ഞിട്ടുള്ള മെറ്റൽ ഉണ്ട്. എടാ ക്രയോലൈറ്റിൽ ആരുണ്ട്? അലൂമിനിയം എന്ന് പറഞ്ഞ മെറ്റൽ ഉണ്ട്. ക്ലേയിലും ആരുണ്ടടാ? അലൂമിനിയം എന്ന് പറഞ്ഞ മെറ്റൽ ഉണ്ട്. പക്ഷെ മക്കളെ 3 മിനറൽ എടുത്തു, 3 ഒരേ മെറ്റൽ മിനറൽ എടുത്തു, അതിലൊക്കെ ആരുണ്ടടാ? അലൂമിനിയം എന്ന് പറഞ്ഞ മെറ്റൽ ഉണ്ട്. ഇനി നമ്മൾ നോക്കുക, ഇനി ആയി തന്നെ മക്കളെ അലൂമിനിയത്തിൻ്റെ കണ്ടന്റ് കൂടുതൽ എവിടെയാണ് നോക്കുക. അതായത് ആ ലോഹത്തിൽ അടങ്ങിയിരിക്കുന്ന എലമെന്റ് എവിടെയാണ് നോക്കുക. മനസ്സിലായോ? ആ ലോഹത്തിൽ അടങ്ങിയിരിക്കുന്ന എലമെന്റിന്റെ അളവ് കൂടുതൽ ഏത് മിനറൽ അഥവാ ഏത് ധാതുവിലാണ് നോക്കുക. അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബോക്സൈറ്റിലാണ് മക്കളെ അലുമിനിയം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മെറ്റൽ കൂടുതലും കാണപ്പെടുന്നത്. അപ്പം നമുക്ക് പറയാം എന്താടാ? ഈ ഒരു ബോക്സൈറ്റ് ആണ് സാറേ എന്താടാ? അലുമിനിയത്തിൻ്റെ ഓർ അഥവാ അയിരെന്ന് പറയും. അതായത് ഒരു മിനറലിൽ നിന്ന് മക്കളെ ഒരു മിനറൽ എടുത്തു എഴുതിക്കോ. ആ മിനറലിൽ മെറ്റൽസിൻ്റെ കണ്ടന്റ് കൂടുതൽ എവിടെയാണോ മക്കളെ, ഒരു മിനറൽ എടുത്തു കഴിഞ്ഞാൽ ആ മിനറലിൽ മെറ്റൽസിൻ്റെ കണ്ടന്റ്, ഏത് മിനറലാണോ മെറ്റൽസിൻ്റെ കണ്ടന്റ് കൂടുതൽ, ആ മിനറൽ അഥവാ ആ ധാതുവായിരിക്കും ആ ലോഹത്തിൻ്റെ അയിര് അഥവാ ഓർ എന്ന് പറയും. റെഡിയാണോ? റെഡിയാണോ മക്കളെ? റെഡി ആണെങ്കിൽ മക്കളെ നിങ്ങൾ പറയടാ, റെഡിയാണോ? സെറ്റാണോ? അതായത് നമുക്ക് ഒരുപാട് മിനറൽസ് ഉണ്ട് അല്ലേ? ഒരുപാട് ധാതുക്കളുണ്ട്. ആ ധാതുക്കളിൽ നിന്ന് മെറ്റലിൻ്റെ അംശം അഥവാ ലോഹത്തിൻ്റെ അംശം കൂടുതൽ ഏത് ധാതുവിലാണോ ആ ധാതു അഥവാ ആ മിനറലിനെ പറയുന്ന പേരാണ് മക്കളെ എന്തടാ? ഓർ എന്ന് പറയും. റെഡിയാണോ? എന്ത് പറയടാ? ഓർ അഥവാ അയിര് എന്ന് പറയും. സെറ്റാണോ മക്കളെ? സെറ്റാണോ? റെഡിയാണോ? മനസ്സിലായോ ഈ കാര്യങ്ങൾ മക്കളെ? നെക്സ്റ്റ് ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെറ്റലിൻ്റെ കണ്ടന്റ് കൂടുതലുള്ളവന് മറ്റേ അയിരാവുന്നില്ല. പക്ഷേ അങ്ങനെയാണെങ്കിൽ തന്നെ ആ ഒരു ധാതുവിൽ നിന്ന് ആ ലോഹത്തിനെ വളരെ എളുപ്പത്തിലും വേഗത്തിലും വേർതിരിച്ചെടുക്കാൻ കഴിയുന്നവനുമാണ് മക്കൾ എന്ത് ഓർ എന്ന് പറയും. റെഡിയാണോ? അതായത് സിമ്പിൾ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങളെ കയ്യിൽ കിൻഡർ ജോയിൻ്റ് കരുതിക്കോളി. എടാ കിൻഡർ ജോയിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും? ഇവിടെ ചോക്ലേറ്റ് ഉണ്ടാവും, പിന്നെ അതുപോലെ തന്നെ ക്രീം ഉണ്ടാവും അല്ലേ? പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ ഡയറി മിൽക്ക് ഉണ്ട് എന്ന് കരുതിക്കോളി. എടാ ഡയറി മിൽക്ക് ഞാൻ വാങ്ങിയത് മറ്റേ നട്സിൻ്റെ ഡയറി മിൽക്കാണ്. ഞാൻ ചോദിച്ചട്ടെ, നിങ്ങൾക്ക് ഏതിൽ നിന്നാണ് പെട്ടെന്ന് ഈ ചോക്ലേറ്റ് വേർതിരിക്കാൻ കഴിയുന്നത്? സിമ്പിളായിട്ട് നിങ്ങൾ പറയും കിൻഡർ ജോയിൽ നിന്നാണ് പറയും. റെഡിയാണോ? കാരണം കിൻഡർ ജോയിൽ എന്തുണ്ടാവും? ക്രീം ഉണ്ടാവും, പിന്നെ ചോക്ലേറ്റിൻ്റെ ബോൾ ഉണ്ടാവും. സോ അതിന് പെട്ടെന്ന് നമുക്ക് വേർതിരിക്കാൻ പറ്റും. മറ്റങ്ങനെയല്ല, മറ്റേ ആരെങ്കിലും ഇങ്ങനെ പൊട്ടി അതിന് നട്സൊക്കെ വേർതിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്.
അല്ലേ മക്കൾ? ഇത്രേ ഉള്ളൂ സാധനം നമുക്ക് പഠിക്കാനുള്ളത്. അതായത് നിങ്ങൾ പറഞ്ഞു കിൻഡർ ജോയും ഡയറി മിൽക്ക് കൊടുത്തു കഴിഞ്ഞാൽ കിൻഡർ ജോയിൽ നിന്നാണ് ആ ക്രീമും സാധനം പെട്ടെന്ന് വേർതിരിക്കാൻ കഴിയുന്നത്. അതേപോലെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് മക്കളെ. ഇവിടെ ഇതേപോലെയാണ് വളരെ എളുപ്പത്തിലും വേഗത്തിലും ഒരു ധാതുവിൽ നിന്ന് ലോകത്തെ വേർതിരിച്ചെടുക്കാൻ പറ്റുന്നത്. അതിനെ പറയുന്ന പേരാ മക്കളെ ഓർ അഥവാ എന്ന് പറയും. ഇറ്റ് ഈസ് ദ പോസിബിൾ അല്ലെ, വളരെ പെട്ടെന്ന് ഇറ്റ് ഈസ് പോസിബിൾ ടു എക്സ്ട്രാക്ട് ചെയ്യണം? മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്യണം. എങ്ങനെ? വളരെ എളുപ്പത്തിലും വേഗത്തിലും. ഇറ്റ് ഈസ് പോസിബിൾ ടു എക്സ്ട്രാക്ട് എ മെറ്റൽ വിത്ത് ഈസിലി ആൻഡ് ചീപ്ലി സെപ്പറേറ്റബിൾ. റെഡിയാണോ? ആ രീതിയിൽ സെപ്പറേറ്റ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് മക്കളെ ഓർ അഥവാ എന്ന് പറയും. റെഡിയാണോ? ആ മക്കളെ അലൂമിനിയത്തിൻ്റെ ഈ ഒരു ബോക്സൈറ്റ് എടുക്കൂ, ക്രയോലൈറ്റ് എടുത്തു, ക്ലേ എടുത്തു. ഇതിൽ തന്നെ അലൂമിനിയത്തിൻ്റെ കണ്ടന്റ് ഏറ്റവും കൂടുതൽ ആരാ? ബോക്സൈറ്റിൽ നിന്നാ. അതിൽ തന്നെ ബോക്സൈറ്റ് നമുക്ക് ബോക്സൈറ്റിൽ നിന്ന് അലൂമിനിയത്തിനെ വളരെ എളുപ്പത്തിലും വേഗത്തിലും എന്ത് ചെയ്യും? വേർതിരിച്ചെടുക്കാൻ പറ്റും. സോ അതുകൊണ്ട് അലൂമിനിയത്തിൻ്റെ ഓർ എന്നറിയപ്പെടുന്ന ആരാ മക്കളെ? ബോക്സൈറ്റ് ആണ്. റെഡിയാണോ? അപ്പോൾ ഓർ എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ എഴുതണം മക്കളെ. ഇറ്റ് ഈസ് ദ ഇമ്പോസിബിൾ ടു എക്സ്ട്രാക്ട് എ മെറ്റൽ വിത്ത് ഈസിലി ആൻഡ് ക്വിക്ക്ലി സെപ്പറേറ്റബിൾ. അതേപോലെ എന്താ മലയാളിക്കാർ വളരെ എളുപ്പത്തിലും വേഗത്തിലും ഒരു ധാതുവിൽ നിന്ന് ലോഹത്തിനെ വേർതിരിച്ചെടുക്കാൻ പറ്റുകയാണെങ്കിൽ ആ ധാതുവിനെ പറയുന്ന പേരാണ് മക്കളെ അതിൻ്റെ ആ ലോഹത്തിൻ്റെ എന്ന് പറയും. റെഡിയാണോ മക്കളെ? നെക്സ്റ്റ് ഒന്ന് നോക്കിക്കോ മക്കളെ. അയിരുകളെ സാന്ദ്രീകരിക്കുക. അപ്പം നമ്മളിപ്പോൾ ഒരുപാട് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് ഇപ്പോൾ അയണിൻ്റെ ഓർ എന്ന് പറയുന്ന ഹെമറ്റൈറ്റും മാഗ്നറ്റോ സിങ്കുളനും കലാമിനും കോപ്പർ പൈരൈഡ്സും പിന്നെ അതുപോലെ തന്നെ കോപ്പർ ഗ്ലാൻസും പിന്നെ അതുപോലെ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അലൂമിനിയത്തിൻ്റെ മക്കളെ ബോക്സ്. നമ്മൾ ഒരുപാട് ബോക്സ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുണ്ട് കേട്ടോ. അത് ജസ്റ്റ് ഞാൻ മക്കളെ എന്തെങ്കിലും നോട്ട് ഔട്ട് ചെയ്യണം കേട്ടോ. സോ നെക്സ്റ്റ് ചോദിക്കോ കോൺസെൻട്രേഷൻ ഓഫ് ഓർ അതായത് അയിരുകൾ എന്ത് ചെയ്യുക? സാന്ദ്രീകരിക്കുക. മക്കളെ കോൺസെൻട്രേഷൻ ഓഫ് ഓർ എത്ര മെത്തേഡാണ് മക്കളെ? 4 മെത്തേഡ്. കോൺസെൻട്രേഷൻ ഓഫ് ഓർ ഒന്നാമത്തെ എന്താ മക്കളെ? ലെവിഗേഷൻ എന്ന് പറയും. ഒന്നാമത്തെ എന്താ മക്കളെ? ലെവിഗേഷൻ. റെഡിയാണോ? അല്ലെങ്കിൽ ജലപ്രവാഹത്തിൽ അല്ലെങ്കിൽ ഹൈഡ്രോളിക് വാഷിംഗ് എന്ന് പറയും കേട്ടോ. എന്താടാ? ഹൈഡ്രോളിക് വാഷിംഗ് അഥവാ ജലപ്രവാഹത്തിൽ കൈകൾ. റെഡിയാണോ? നെക്സ്റ്റ് മക്കളെ രണ്ടാമത്തെ എന്താ മക്കളെ? പ്ലവന പ്രക്രിയ എന്ന് പറയും. എന്താടാ? പ്ലവന പ്രക്രിയ. റെഡിയാണോ? മൂന്നാമത്തെ എന്താടാ? അല്ലെങ്കിൽ ഇംഗ്ലീഷ് മീഡിയം എന്ത് പറയുക? ഫ്രോത്ത് ഫ്ലോട്ടേഷൻ എന്ന് പറയും കേട്ടോ. എന്ത് പറയടാ? ഫ്രോത്ത് ഫ്ലോട്ടേഷൻ എന്ന് പറയും. മൂന്നാമത്തെ എന്താടാ? മാഗ്നറ്റിക് സെപ്പറേഷൻ അഥവാ ഗാന്ധിക വിഭജനം എന്ന് പറയും കേട്ടോ. മൂന്നാമത്തെ എന്താ മക്കളെ? മാഗ്നറ്റിക് സെപ്പറേഷൻ അഥവാ ഗാന്ധിക വിഭജനം എന്ന് പറയും. നാലാമത്തെ എന്ത് പറയടാ? ലീച്ചിങ് എന്ന് പറയും. ലീച്ചിങ്. റെഡിയാണോ? സോ നിങ്ങൾക്ക് ആദ്യം നിങ്ങൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ആരെ പഠിക്കാനുണ്ടാ? ലീച്ചിങ്ങിനെ പറ്റിയിട്ട് പറയാണ്ട്. സോ നമുക്ക് ആദ്യം തന്നെ ലീച്ചിനെ പറ്റിയിട്ട് നോക്കാം. റെഡിയാണോ? ലീച്ചിങ്ങിന്റെ കേസിൽ ആദ്യം നോക്കുക. അതായത് നമ്മൾ എന്ത് ചെയ്തോടാ? ഒരു പൗഡേർഡ് അതായത് ഓറുകൾ എന്ത് ചെയ്തോടാ? നന്നായിട്ട് എന്ത് ചെയ്തു? പൊടിച്ചു. സോ പൗഡേർഡ് ഓർ എടുത്തു. റെഡിയാണോ? ഈ പൗഡേർഡ് ഓറിനെ നന്നായിട്ട് എന്ത് ചെയ്തു? ഞാൻ പൊടിച്ചു. ഈ പൗഡേർഡ് ഓറിനെ ഞാൻ ഡിസോൾവ് ചെയ്യാൻ പറ്റുന്ന അതായത് ഓറുകൾ ഡിസോൾവ് ചെയ്യാൻ പറ്റുന്ന സോൾവർ അഥവാ ലായനിലേക്ക് ഇട്ടു. റെഡിയാണോ? അതായത് ഓറുകൾ അഥവാ അയിരുകളെ പൊടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? ആ അയിരുകൾ ഡിസോൾവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സോൾവെന്റിലേക്ക് ഇട്ടു. റെഡിയാണോ? അങ്ങനെ നമ്മൾ സോൾവെന്റ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും മക്കളെ? മെറ്റൽസിനെയും അതായത് ആ ഒരു മെറ്റൽസിനെയും പിന്നെ അതുപോലെ തന്നെ ഇമ്പ്യൂരിറ്റീസ് അഥവാ അപദ്രവ്യങ്ങളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂടാ? വേർതിരിച്ചെടുക്കാൻ പറ്റും. കാരണം മക്കളെ മെറ്റൽസ് എന്ത് ചെയ്യൂടാ? നന്നായി ഡിസോൾവ് ചെയ്ത് അടിയിൽ കിടക്കും. പക്ഷെ അപദ്രവ്യങ്ങൾ എന്ത് ചെയ്യൂല? ഡിസോൾവ് ചെയ്യൂല. ഇമ്പ്യൂരിറ്റി ഡിസോൾവ് ചെയ്യൂല. ഓല എന്ത് ചെയ്യും? മേലെ കിടക്കും. അപ്പം നമുക്ക് എന്ത് ചെയ്യും? ഓല ഫിൽട്രേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടൂടാ? പ്യുവർ മെറ്റലിനെ കിട്ടും. അതായത് ലീച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൗഡേർഡ് ഓറുകൾ അത് ഓറുകളെ പഠിച്ചിട്ട് എന്താക്കുക? ഒരു സോൾവെന്റ് ആ ഓറ് ലയിക്കാൻ പറ്റുന്ന സോൾവെന്റിലേക്ക് കൊടുക്കുക. അങ്ങനെ സോൾവെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓറുകൾ എന്ത് ചെയ്യൂടാ? അതിൽ ലയിച്ച് അപദ്രവ്യങ്ങൾ അഥവാ ഇമ്പ്യൂരിറ്റീസ് എന്ത് ചെയ്യൂടാ? പുറത്തോട്ട് തള്ളിക്കളയും. സോ ഈ ഒരു മെത്തേഡിനെ പറയുന്ന പേരാണ് ലീച്ചിങ് എന്ന് പറയും. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾ ആരാടാ? ബോക്സൈറ്റ് ആട്ടോ. ആരായിക്കോടാ? ബോക്സൈറ്റ്. റെഡിയാണോ? ഇതിൻ്റെ എക്സാമ്പിൾ ആരാ മക്കളെ? ബോക്സൈറ്റ് ആയിരിക്കും ഉണ്ടാവുക. റെഡിയാണോ? സോ ഇതാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? പഠിക്കാനുള്ളത്. റെഡിയാണോ? ആരാ കേസിലാടാ? ലീച്ചിങ്ങിൻ്റെ കേസിൽ പഠിക്കാനുള്ളത്.
നെക്സ്റ്റ് നോക്കുക. അപ്പോൾ ലീച്ചിക്ക് നമ്മൾ എന്ത് ചെയ്തോടാ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഈ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് നോക്കാം. കൺവേർഷൻ ഓഫ് ഓർ ഇൻ ടു ഓക്സൈഡ്. അതായത് നമ്മളിപ്പോൾ എന്ത് ചെയ്തോടാ ഓറുകൾ എന്ത് ചെയ്തു അയകൾ എന്ത് ചെയ്തു സാന്ദ്രീകരിച്ചു, അതായത് കോൺസെൻട്രേറ്റ് ചെയ്തു. അതിനുശേഷം നമുക്ക് കിട്ടിയ ഈ ഒരു ഓറിനെ നമുക്ക് എന്താക്കേണ്ട ഓക്സൈഡ് ആക്കി മാറ്റണം. എടാ കൺവേർഷൻ ഓഫ് ഓർ ഇൻ ടു ഓക്സൈഡ് രണ്ട് മെത്തേഡ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. റെഡിയാണോ? ഒന്നാമത്തെ കാൽസിനേഷൻ, രണ്ടാമത്തെ എന്താടാ റോസ്റ്റിംഗ്. ഒന്നാമത്തെ ആരാടാ കാൽസിനേഷൻ, ഒന്നാമത്തെ ആരാണ് കാൽസിനേഷൻ. രണ്ടാമത്തെ ആളെ മക്കൾ ആരാടാ റോസ്റ്റിംഗ് ആണ്. രണ്ടാമത്തെ ആരാണ് റോസ്റ്റിംഗ്. എന്താണ് റോസ്റ്റിംഗ്? റെഡിയാണോ? നോക്കിക്കോ. എടാ കാൽസിനേഷൻ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് കാർബണേറ്റുകളായിട്ടുള്ള അയിരുകൾ അഥവാ ഓറുകളിലേക്കാണ്. റെഡിയാണോ? അതിനെന്ത് ചെയ്തോടാ ചൂടാക്കുന്നു. എടാ ചൂടാക്കി കഴിഞ്ഞാൽ തന്നെ ഓക്സിജന്റെ അസാന്നിധ്യം അഥവാ വായുവിന്റെ അസാന്നിധ്യത്തിലാണ് എന്ത് ചെയ്യുന്നതടാ ഈ കാർബണേറ്റ് അയിരുകൾ എന്ത് ചെയ്യുന്നത് ചൂടാക്കുന്നത്. അങ്ങനെ ഈ കാർബണേറ്റഡ് ആയിട്ടുള്ള അയിരുകൾ അഥവാ ഓറുകൾ എന്ത് ചെയ്തു ചൂടാക്കുന്നു. റെഡിയാണോ? ഓക്സിജന്റെ അസാന്നിധ്യത്തിൽ ചൂടാക്കുന്നു. എടാ ചൂടാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നു? ഓക്സൈഡ് അയിരുകൾ കിട്ടുന്നു. കൂടാതെ എന്ത് ചെയ്യുന്നോടാ അവിടെ റിലീസ് ചെയ്യുന്നു ഗ്യാസ്, കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസും റിലീസ് ചെയ്യുന്നു. കഴിഞ്ഞു മക്കളെ. റോസ്റ്റിംഗ് എന്ന് പറയുന്നത് അതേ മരിക്കും എന്ത് ചെയ്തോടാ ഈ ഒരു സാന്ദ്രീകരിച്ചെടുത്തിട്ടുള്ള ഓർ അഥവാ അയിരുകൾ എന്ത് ചെയ്തു ഓക്സിജന്റെ സാന്നിധ്യത്തിൽ എന്ത് ചെയ്തു ചൂടാക്കുന്നു. അതായത് ഓക്സിജന്റെ പ്രസൻസിലാണ് ചൂടാക്കുന്നത്. റെഡിയാണോ? അപ്പോൾ ഓക്സിജന്റെ പ്രസൻസ് ചൂടാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടൂടാ സിങ്ക് ഓക്സൈഡും ഇപ്പോൾ സൾഫൈഡ് ഓറുകൾ. അതായത് ഇപ്പം എൻ്റെ എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിങ്ക് സൾഫൈഡുകളൊക്കെയാണ് മക്കളെ ഇവിടെ ഈ ഒരു രീതിയിൽ എന്ത് ചെയ്യുന്നത് റിയാക്ട് ചെയ്യിപ്പിക്കുന്നത്. നമ്മൾ പറഞ്ഞു ഇവിടെ കാർബണേറ്റഡ് ആയിട്ടുള്ള അയിരുകളാണ് ഉപയോഗിക്കുന്നത്. മക്കളെ ഈ ഒരു റോസ്റ്റിംഗ് കേസിൽ എന്താണ് സിങ്ക് സൾഫൈഡുകൾ എന്ന് പറഞ്ഞിട്ടുള്ള സിങ്ക് സൾഫൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓർ അഥവാ അയിരുകളാണ് ഉപയോഗിക്കുന്നത്. ഇതിനെന്ത് ചെയ്തു ഓക്സിജന്റെ സാന്നിധ്യത്തിൽ അഥവാ ഓക്സിജന്റെ പ്രസൻസിൽ എന്ത് ചെയ്തു ചൂടാക്കുന്നു. എടാ ഓക്സിജന്റെ പ്രസൻസ് ചൂടാക്കി നമുക്ക് എന്താ കിട്ടടാ അതിന്റെ ഓക്സൈഡും അല്ലെ. ഇപ്പോൾ ഓക്സിജന്റെ പ്രസൻസ് ചൂടാക്കി നമുക്ക് അതിന്റെ ഓക്സൈഡ് പ്ലസ് എന്ത് കിട്ടൂടാ അതിന്റെ സൾഫർ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഉണ്ടാവുക. സിമ്പിൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ അല്ലേ? എടാ കാൽഷ്യം കാർബണേറ്റിനെ ഞാൻ എന്ത് ചെയ്തോട്ടെ അത് കാർബണേറ്റഡ് ആയിട്ടുള്ള അയിരുകളാണ് എവിടെ ഉപയോഗിക്കുക റോസ്റ്റിംഗിൽ ഉപയോഗിക്കുക. സോ കാൽഷ്യം കാർബണേറ്റുകളെ ഞാൻ എന്ത് ചെയ്തോട്ടെ ചൂടാക്കുന്നു. വായുവിന്റെ അസാന്നിധ്യത്തിൽ ചൂടാക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടൂടാ കാൽഷ്യം ഓക്സൈഡും കിട്ടും. കൂടാതെ ഒന്നും കിട്ടൂടാ കാർബൺ ഡൈ ഓക്സൈഡും കിട്ടും. എടാ റോസ്റ്റിംഗ് ഇതേ മരിക്കട്ടോ. റോസ്റ്റിംഗ് ഉപയോഗിക്കുന്നത് സിങ്ക് സൾഫൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള അല്ലെ സിങ്ക് സൾഫൈഡ് ആയിട്ടുള്ള ഓറുകൾ അഥവാ അയിരുകൾ ഉപയോഗിക്കുന്നത്. അതിനെടാ ചൂടാക്കുന്നു. പക്ഷെ അവിടെ എന്ത് ചെയ്യുന്നുണ്ടാ ഓക്സിജന്റെ സാന്നിധ്യത്തിലാണ് എന്ത് ചെയ്യുന്നത് ചൂടാക്കുക. അത് ഓക്സിജന്റെ പ്രസൻസിലെ ചൂടാക്കുന്നത്. നമുക്ക് എന്ത് കിട്ടൂടാ സിങ്ക് ഓക്സൈഡ് പ്ലസ് സൾഫർ ഡൈ ഓക്സൈഡ് കിട്ടുന്നു. റെഡിയാണോടാ? റെഡിയാണ് ഈ മക്കൾ നിങ്ങൾ കമന്റ് ബോക്സിൽ പറഞ്ഞോളൂ കേട്ടോ. സോ ഇങ്ങനെയാണ് ഇവിടെ കാൽസിനേഷനും റോസ്റ്റിങ്ങും. ഒന്ന് എന്ത് ചെയ്യുന്നത് ചൂടാക്കുന്നു. ആരെ ആബ്സെൻസിൽ ഓക്സിജന്റെ അസാന്നിധ്യത ഓക്സിജന്റെ ആബ്സെൻസ് ചൂടാക്കുന്നു. റോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജന്റെ പ്രസൻസ് അഥവാ ഓക്സിജന്റെ സാന്നിധ്യത്തിൽ ചൂടാക്കുന്നു. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സിമ്പിൾ ടെക്നിക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ റോസ്റ്റിംഗിൽ ആരുണ്ട് ഉണ്ട്. സോ റോസ്റ്റിംഗ് ഓക്സിജന്റെ സഹായത്തോടെ ചൂടാക്കുന്നത്. റെഡിയാണോടാ? സോ നെക്സ്റ്റ് വൺ നോക്കിക്കോ. കൺവേർഷൻ ഓഫ് ഓക്സൈഡ് ഓർ. റെഡിയാണോ? അതായത് റിഡക്ഷൻ ഓഫ് ഓക്സൈഡ് ഓർ കേട്ടോ. കൺവേർഷൻ റിഡക്ഷൻ ഓഫ് ഓക്സൈഡ് ഓർ. ഓക്സൈഡ് അരികൾ എന്ത് ചെയ്യുന്നതാ നിരോക്സീകരിക്കുക. റെഡിയാണോ? ഓക്സൈഡ് ആയിട്ട് നമുക്ക് നിരോക്സീകരിക്കാൻ ഉപയോഗിക്കുന്ന റെഡ്യൂസിങ് ഏജന്റ് ഇവിടെ ആരൊക്കെയാണോ കാർബൺ മോണോക്സൈഡ് ഇലക്ട്രോളിസിസ്. റെഡിയാണോ? പൊതുവെ റെഡ്യൂസിങ് ഏജന്റ്. അപ്പോൾ നിരോക്സീകരിക്കുക എന്ന് പറഞ്ഞാൽ നിരോക്സീകാരി ആവശ്യമാണല്ലോ. റിഡക്ഷൻ ചെയ്യുന്ന സമയത്ത് റെഡ്യൂസിങ് ഏജന്റ് എന്ത് സ്വാഭാവികമായിട്ട് ആവശ്യമാണ്. ഇവിടെ ഉപയോഗിക്കുന്ന റെഡ്യൂസിങ് ഏജന്റ് ആരാണ് കാർബൺ മോണോക്സൈഡ് ഇലക്ട്രോളിസിസ്. റെഡിയാണോ? പക്ഷേ കാർബൺ മോണോക്സൈഡ് ആർക്കും ഉപയോഗിക്കുക മോഡറേറ്റ് റിയാക്റ്റീവ് മെറ്റൽ. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു റിയാക്റ്റീവ് മെറ്റൽസിന്റെ അടിസ്ഥാനത്തിൽ അല്ലെ റിയാക്റ്റീവ് സീരീസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിനടാ മോഡറേറ്റ് ആയിട്ടുള്ള റിയാക്ടിവിറ്റി ഉള്ള എലമെന്റ്സുകൾ. അപ്പോൾ ആരൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിങ്ക് പോലുള്ള അങ്ങനെ റിയാക്ടിവിറ്റിക്ക് ഒരു മോഡറേറ്റ് ഇല്ല. നല്ലതുപോലെ കൂടുതലല്ല നല്ലതുപോലെ കുറവല്ല. അപ്പോൾ സിങ്ക് ആണ് പോലുള്ള ആളുകളെ മോഡറേറ്റ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ മോഡറേറ്റ് ആയിട്ടുള്ള റിയാക്റ്റീവ് മെറ്റൽസ് മക്കൾ ആരുമായിട്ടാണ് കൂടിച്ചേരുക കാർബൺ മോണോക്സൈഡ് ആണ് അതിൻ്റെ റെഡ്യൂസിങ് ഏജന്റ്. അവരെ ഈ ഒരു റിയാക്റ്റീവ് മെറ്റൽസ് അടങ്ങിയിട്ടുള്ള അതായത് മോഡറേറ്റ് റിയാക്റ്റീവ് മെറ്റൽസ് അടങ്ങിയിട്ടുള്ള ഓക്സൈഡുകളെ റിഡക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് നമ്മൾ ആരോ ഉപയോഗിക്കുക കാർബൺ മോണോക്സൈഡുകളാണ് ഉപയോഗിക്കുക. റെഡിയാണോ? നേരെ മറിച്ച് ഹൈലി റിയാക്റ്റീവ് മെറ്റൽസുകൾ പൊട്ടാസ്യം സോഡിയം പോലുള്ള ഹൈലി റിയാക്റ്റീവ് മെറ്റൽസിനെ റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് മക്കളെ എങ്ങനെ നമ്മൾ ഉപയോഗിക്കുക ഇലക്ട്രോളിസിന്റെ കേസിലാണ് നമ്മൾ. അതായത് വൈദ്യുത വിശ്ലേഷണം സംഭവിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അതിനെ റിഡക്ഷൻ ചെയ്യുന്നതെന്ന് മക്കൾ മനസ്സിലാക്കുക. റെഡിയാണോ? ഒറ്റ സെക്കൻഡ് കേട്ടോടാ.
ഓക്കെ അല്ലാണ് മക്കളെ? സോ നെക്സ്റ്റ് ഒന്ന് നോക്കിക്കോട്ടോ. നെക്സ്റ്റ് എന്താണ്? റിഫൈനിങ് ഓഫ് മെറ്റൽസ് അഥവാ ലോഹ ശുദ്ധീകരണം. അപ്പം നമുക്ക് എന്തെങ്കിലും ലോഹത്തെ ശുദ്ധീകരിക്കണം കേട്ടോ. സോ ഒന്നാമത്തെ മെത്തേഡ് മക്കളെ ലിക്വേഷന്, അതായത് രണ്ടാമത്തെ മെത്തേഡാണ് ഡിസ്റ്റിലേഷൻ, മൂന്നാമത്തെ മെത്തേഡാണ് ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ്. അതായത് ഒരുക്കി വേർതിരിക്കുക, രണ്ടാമത്തെ സ്വേദനം, മൂന്നാമത്തെ എന്താണ് വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരണം. റെഡിയാണോ? സോ ഒന്നാമത് നോക്കിക്കോട്ടോ, ലിക്വേഷൻ അഥവാ ഒരുക്കി വേർതിരിക്കൽ. അതായത് നമ്മൾ കിട്ടിയ ഓക്സൈഡ്, അതായത് മെറ്റൽസ് ഉണ്ടാവും, ആ മെറ്റൽസ് നന്നായിട്ട് എന്ത് ചെയ്യുക? ചൂടാക്കുന്ന പോലെ മെറ്റൽസിന് ഇവിടെ എന്താണ് ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ്. ഇമ്പ്യൂരിറ്റീസ് അഥവാ അപദ്രവ്യങ്ങൾക്ക് മക്കൾ എന്താണ് ഹൈ മെൽറ്റിംഗ് പോയിന്റ്. അതായത് മെറ്റൽസ് ചെയ്ത ലോഹങ്ങൾക്ക് ദ്രവണാകം കുറവും, പിന്നെ അതുപോലെ തന്നെ ഇമ്പ്യൂരിറ്റീസ് അഥവാ അപദ്രവ്യങ്ങൾക്ക് ദ്രവണാകം കൂടുതലുമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കിയത്രേ ഉള്ളൂ. അതായത് മെൽറ്റിംഗ് പോയിന്റ് അഥവാ ദ്രവണാംഗം കുറഞ്ഞ മെറ്റൽസ് ആയിരിക്കും ആദ്യം എന്ത് ചെയ്യുന്നതാ ഹീറ്റ് ചെയ്ത് ഇവാപ്പറേറ്റ് ചെയ്ത് മേലേക്ക് പോകുന്നത്. റെഡിയാണോ? സോ ഇവിടെ ആലോചിച്ച് നോക്കടാ, മെറ്റൽസിന് സ്വാഭാവികമായിട്ടും മെൽറ്റിംഗ് പോയിന്റ് വളരെ കുറവാണ്, ദ്രവണാംഗം വളരെ കുറവാ. സോ ദ്രവണാംഗം കുറഞ്ഞ ആൾ ആദ്യം എന്ത് ചെയ്യും? മേലേക്ക് ഇവാപ്പറേറ്റ് ചെയ്ത് പോകും. റെഡിയാണോ? അപ്പം നമുക്ക് എന്ത് ചെയ്യാം? മെറ്റൽസിൽ ഒരുപാട് ഇമ്പ്യൂരിറ്റീസ് അടങ്ങിയിട്ടുണ്ടാവും, അപ്പോൾ അപദ്രവ്യം അടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഇതിനെ ചൂടാക്കുന്ന സമയത്ത് മെറ്റൽസിന് എന്താണ് മെൽറ്റിംഗ് പോയിന്റ് വളരെ കുറവാണ്. സോ മെറ്റൽസ് ആദ്യം എന്ത് ചെയ്ത് മേലേക്ക് ഇവാപ്പറേറ്റ് ചെയ്ത് ബാഷ്പമായിട്ട് പോകും, അതിനെ കണ്ടൻസ് ചെയ്ത് കൂടെ ചെയ്ത് ലിക്വിഡാക്കി മാറ്റുന്നു. സോ ഈ ഒരു മെത്തേഡിനെ പറയുന്ന പേരാണ് മക്കളെ ലിക്വേഷൻ. ഇതിന്റെ എക്സാമ്പിളാണ് ടിന്ന്, ലെഡ് പോലുള്ള എലമെന്റ്സിന്റെ സെപ്പറേഷൻ. റെഡിയാണോ? നെക്സ്റ്റ് ആണ് നോക്കിക്കോടാ, സ്വേദന അഥവാ ഡിസ്റ്റിലേഷൻ എന്ന് പറയും. എടാ സ്വേദന അഥവാ ഡിസ്റ്റിലേഷൻ സിമ്പിൾ ആണ്, ഇതേപോലെയാണ്. എന്ത് എടാ പ്യുവർ മെറ്റൽ എന്ത് ചെയ്യുന്നു? വാപ്പറൈസ് ചെയ്തു, അല്ലെ? പ്യുവർ മെറ്റൽസ് ഇമ്പ്യൂരിറ്റീസ് ഒന്ന് വാപ്പറൈസ് ചെയ്ത് പോകുന്നു. സോ അപ്പം നമുക്ക് എന്ത് കിട്ടുന്നടാ? സ്വേദന എന്ന് കിട്ടുന്നുണ്ടോ? സോറി ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോടാ. ഇവിടെ ലോ മെൽറ്റിംഗ് പോയിന്റ് ആരാടാ? ലോ മെൽറ്റിംഗ് മെറ്റൽസ് ആരാണ്? മെറ്റൽസ് ആട്ടോ. സോ മെറ്റൽസ് എന്ത് ചെയ്യൂടാ? ഒരു ഇൻക്ലൈൻഡ് സർഫസ് ആട്ടോ. ഈ ഇൻക്ലൈൻഡ് സർഫസിൽ ഈ മെറ്റൽസ് എന്ത് ചെയ്യും? ആദ്യം എന്ത് ചെയ്യൂടാ? കൂൾ ചെയ്ത് എന്ത് ചെയ്യും? ആ ഒരു പ്യുവർ മെറ്റൽ നമുക്ക് എന്ത് ചെയ്യും? തിരിച്ചു കിട്ടുന്നു. പക്ഷേ ഇമ്പ്യൂരിറ്റീസ് എന്താണ്? ഹൈ മെൽറ്റിംഗ്. പിന്നീട് നമ്മളിങ്ങനെ ചൂടാക്കുന്ന സമയത്ത്, അതായത് മെറ്റൽസിന് നമ്മളൊരു ഇൻക്ലൈൻഡ് സർഫസിൽ വെച്ചിട്ടാണ് ചൂടാക്കുന്നത്. അപ്പം ചൂടാക്കുന്ന സമയത്ത് പ്യുവർ മെറ്റൽ എന്ത് ചെയ്യൂടാ? മെറ്റലിന് ലോ മെൽറ്റിംഗ് പോയിന്റ് ദ്രവണാംഗം കുറവാണ്. അപ്പം മെറ്റൽസ് എന്ത് ചെയ്യും? ആദ്യം എന്ത് ചെയ്യും? താഴത്തോട്ട് എന്ത് ചെയ്യും? ഫ്ലോ ഡൗൺ ചെയ്യാൻ നിൽക്കും. റെഡിയാണോ? താഴത്തേക്ക് ഇങ്ങനെ അലിഞ്ഞു പോകും. റെഡിയാണോ? അങ്ങനെ താഴത്തേക്ക് ഒഴിക്കുന്ന സമയത്ത് മെറ്റൽസ് നമ്മൾ ഇവിടെ ബീക്കർ വെച്ച് കളക്ട് ചെയ്യുന്നു. റെഡിയാണോ? സോ അതാട്ടോ ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞ ലിക്വേഷൻ എന്ന് പറയുന്നത്, അഥവാ ഒരുക്കി വേർതിരിക്കൽ. മറ്റേ സ്വേദനം അഥവാ ഡിസ്റ്റിലേഷൻ നേരെ തിരിച്ചാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരിക്ക് മെറ്റൽ എന്ത് ചെയ്യും? പെട്ടെന്ന് ചൂടാക്കി മേലേക്ക് പോകും, ആ മെറ്റലിനെ വാപ്പറൈസ് ചെയ്യും, ആ മെറ്റൽസിനെ കണ്ടൻസ് ചെയ്ത് എന്താക്കി മാറ്റും? ഒരു മെറ്റൽ രൂപത്തിലാക്കി മാറ്റുന്ന രീതിയെ പറയുന്ന പേരാണ് ഡിസ്റ്റിലേഷൻ അഥവാ സ്വേദനം എന്ന് പറയും. റെഡിയാണോ? സോ നെക്സ്റ്റ് ചോദിക്കോ, ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ് എന്ന് പറയും. എടാ ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ് നമ്മൾ ഉപയോഗിക്കുന്നത് പ്യുവർ മെറ്റൽ എന്തായിട്ട് ട്രീറ്റ് ചെയ്യൂടാ? ആനോഡായിട്ട് ട്രീറ്റ് ചെയ്യും. പ്യുവർ മെറ്റൽ എന്തായിട്ട് ട്രീറ്റ് ചെയ്യൂടാ? കാഥോഡായിട്ട് ട്രീറ്റ് ചെയ്യും. എടാ ആനോഡ് എന്ത് സംഭവിക്കൂടാ? ഓക്സീകരണം അഥവാ ഓക്സിഡേഷൻ സംഭവിക്കുന്നു. കാഥോഡ് സംഭവിക്കുന്നു, റിഡക്ഷൻ അഥവാ നിരോക്സീകരണം സംഭവിക്കുന്നു. റെഡിയാണോ മക്കളെ? ഈ ഒരു ഇലക്ട്രോലൈറ്റ് റിഫൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അവിടെ എന്ത് ഉപയോഗിക്കണടാ? ഒരു ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഒരു സൊല്യൂഷൻ എന്ത് ചെയ്യണം? ഉപയോഗിക്കണം എന്ന് നിർബന്ധമാക്കിയിട്ടുണ്ട്. റെഡിയാണോ? അതേമാതിരി ഒരു സൊല്യൂഷൻ വെച്ചു, ഒരു പ്യുവർ മെറ്റൽ കണക്ട് ചെയ്തു, ഒരു ഇമ്പ്യൂർ മെറ്റൽ കണക്ട് ചെയ്തു. ഇതിന് രണ്ടും പാടെ എന്ത് ചെയ്തോടാ? വോൾട്ട് മീറ്ററുമായി കണക്ട് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യുന്നടാ? അവിടെ വൈദ്യുത വിശ്ലേഷണം അഥവാ ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ് നടക്കുന്നു. റെഡിയാണോ? ഈ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് മക്കളെ ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ്. ഇപ്പോൾ ഉപയോഗിക്കുന്നത് ആരൊക്കെയാണ്? ഇമ്പ്യൂർ മെറ്റലും പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്തു? പ്യുവർ മെറ്റലും എന്ന് പറയുന്നു. റെഡിയാണോ? എടാ അപ്പോൾ ഒന്നുകൂടി നോക്കിക്കോ, റിഫൈനിങ് ഓഫ് മെറ്റൽസ് അല്ലേ? റിഫൈനിങ് ഓഫ് മെറ്റൽസിൻ്റെ അഥവാ ലോഹ ശുദ്ധീകരണ കേസ് ഒന്നുകൂടി നോക്കിക്കോട്ടോ, വൃത്തിയായിട്ട് നോക്കിക്കോ. മക്കളെ ഒന്നാമത്തെ സ്റ്റെപ്പാണ് മക്കളെ ലിക്വേഷൻ അഥവാ ഒരുക്കി വേർതിരിക്കൽ എന്ന് പറയും. അവിടെ ഒരുക്കി വേർതിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു മെറ്റൽസിൻ്റെ കൂടെ ഒരുപാട് ഇമ്പ്യൂരിറ്റീസ് അഥവാ അപദ്രവ്യങ്ങൾ ഉണ്ടാവും. നമുക്ക് എന്ത് ചെയ്യുന്ന അപദ്രവ്യങ്ങൾ അഥവാ ഇമ്പ്യൂരിറ്റീസിനെ എന്ത് ചെയ്യും? ഒഴിവാക്കണം. സോ മെറ്റലിന് എന്ത് ചെയ്തോടാ? ഒരു ഇൻക്ലൈൻഡ് ഫർണസിലൂടെ അല്ലെങ്കിൽ ഇൻക്ലൈൻഡ് പ്ലെയിൻ സർഫസിലുള്ള അല്ലെങ്കിൽ ഇൻക്ലൈൻഡ് ഫർണസിലൂടെ നമ്മൾ എന്ത് ചെയ്തു? തന്നെ മെറ്റൽസ് വെച്ചിട്ട് ചൂടാക്കുന്നു. അവിടെ ചൂടാക്കുന്ന സമയത്ത് മെറ്റൽസിന് എന്ത് ചെയ്യൂടാ? ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ്, അത് ദ്രവണാംഗം വളരെ കുറവാണ്. സോ മെറ്റൽ എന്ത് ചെയ്യൂടാ? പെട്ടെന്ന് ലിക്വിഡ് ഫോം ആക്കി മാറ്റും, അവിടെ നിന്ന് ഇങ്ങനെ ഒഴുകി പോകും. സോ അപ്പോൾ നമ്മളൊരു ബീക്കറിലേക്ക് കണക്ട് ചെയ്യുന്നു, ആ മെറ്റലിനെ കളക്ട് ചെയ്യുന്നു, എന്നിട്ട് അതിനെ കൂടെ ചെയ്തിട്ട് എന്ത് ചെയ്തു? ഒരു പഴയ മെറ്റൽ ഫോം ആക്കി മാറ്റുന്നു. അതിനെ പറയുന്ന പേരാണ് ലോഹ ഉരുക്കി വേർതിരിക്കുക അഥവാ ലിക്വേഷൻ എന്ന് പറയും. റെഡിയാണോ? രണ്ടാമത്തെ സ്റ്റെപ്പാണ് മക്കൾ ഡിസ്റ്റിലേഷൻ അഥവാ സ്വേദനം എന്ന് പറയും. ഇതിലേക്ക് മെറ്റലിനെ ചൂടാക്കുന്നു. ചൂടാക്കി കഴിഞ്ഞാൽ മെറ്റൽ എന്ത് ചെയ്തോടാം? മേലേക്ക് ആദ്യം മെറ്റലാണ് എവാപ്പറേറ്റ് ചെയ്ത് മേലേക്ക് പോവുക. അതുപോലെ കണ്ടൻസ് ചെയ്തിട്ട് കൂൾ ചെയ്ത് തിരിച്ചെന്ത് ചെയ്തു? മെറ്റൽ രൂപത്തിലാക്കി മാറ്റുന്ന സ്റ്റെപ്പിനെ പറയുന്ന പേരാണ് മക്കളെ ഏതാണ്? ഡിസ്റ്റിലേഷൻ എന്ന് പറയും. മൂന്നാമത്തെ എന്താണ്? ഈ ഒരു പ്യുവർ മെറ്റൽ അതുപോലെ തന്നെ ഇമ്പ്യൂർ മെറ്റലിന് എന്ത് ചെയ്യുന്നു? ഇലക്ട്രോലൈറ്റിക് അതായത് ഇലക്ട്രോളിസിസ് വഴി എന്ത് ചെയ്യുന്നു? പ്രോസസ് എടുക്കുന്നു, വൈദ്യുത വിശ്ലേഷണം സംഭവിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് അവിടെ എന്ത് ചെയ്തു? പ്യുവർ മെറ്റലും ഇമ്പ്യൂർ മെറ്റലും ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിനൊരു ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷനിലേക്ക് നമ്മൾ ഇറക്കി വെക്കുന്നു. അവിടെ എന്ത് നടക്കുന്നു? അവിടെ ഒരു വൈദ്യുത വിശ്ലേഷണം അഥവാ ഇലക്ട്രോലൈറ്റിക് റിഫൈൻ നടക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് അവിടെ എന്ത് ചെയ്യുന്നു? അവിടെ റിയാക്ഷൻ ഒക്കെ ചെയ്യുന്നു, ഓക്സിഡേഷനും നിരോക്സീകരണവും നടക്കുന്നു. റെഡിയാണോ? സോ ഇതാണ് മക്കളെ ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ് എന്ന് പറഞ്ഞു കേട്ടോ.
നെക്സ്റ്റ് സ്റ്റെപ്പ് മക്കളെ ബ്ലാസ്റ്റ് ഫർണസ് എന്ന് പറയും. എടാ ബ്ലാസ്റ്റ് ഫർണസ് നിങ്ങൾ ഒരുപാട് ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ട ടോപ്പിക്കാണ് ബ്ലാസ്റ്റ് ഫർണസ്. കാരണം ബ്ലാസ്റ്റ് ഫർണസ് ആണ് എടാ എനിക്ക് തോന്നുന്നത് ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ളതും പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യുക ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ഏതായിരിക്കും മക്കളെ ബ്ലാസ്റ്റ് ഫർണസ് ആയിരിക്കും. റെഡിയാണോ? സോ ബ്ലാസ്റ്റ് ഫർണസ് ആ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ, ഒരുപാട് കാര്യം ശ്രദ്ധിക്കണം. എടാ ബ്ലാസ്റ്റ് ഫർണസ് ഇതാണ്. ബ്ലാസ്റ്റ് ഫർണസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫർണസ് ആണ് കേട്ടോ, ഇതിനെ പറഞ്ഞ പോലെ ബ്ലാസ്റ്റ് ഫർണസ്. പക്ഷേ ഇതിൻ്റെ ഈ ഒരു സൈഡ് ഭാഗമൊക്കെ ബ്രിക്കുകൾ ലെയർ വെച്ചിട്ട് കോട്ട് ചെയ്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ടെമ്പറേച്ചർ കൂടുതലല്ലടാ, ടെമ്പറേച്ചർ ഇങ്ങനെ കൊടുത്തുകൊണ്ട് നിൽക്കണ്ടേ, താപം കൊടുത്തുകൊണ്ട് നിൽക്കണ്ടേ. അപ്പോൾ അതിൻ്റെ പ്രൊട്ടക്ഷനുമായിട്ട് ഇവിടെ ഒരു ബ്രിക്ക് ലെയറുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കോട്ട് ചെയ്തിട്ടൊക്കെ അത് പറയുന്നുണ്ട്. ജസ്റ്റ് നോക്കാം നമുക്ക് ഇതിന് എന്താണ് മെക്കാനിസം, എന്താണ് സ്റ്റെപ്പ് നോക്കാം. മക്കളെ ബ്ലാസ്റ്റ് ഫർണസിൽ നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഓറുകൾ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും. കാരണം നമ്മൾ അയണിനെല്ലാം നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത്, അയണിനെല്ലാം എക്സ്ട്രാക്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ പൊതുവെ നമ്മളെന്ത് ഉപയോഗിക്കണം, അയണിൻ്റെ ഓറുകളാണ്. അതായത് ഒന്നിൽ ഹേമറ്റൈറ്റ് അല്ലെങ്കിൽ മാഗ്നറ്റൈറ്റ്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ആരാ മക്കളെ, ഹേമറ്റൈറ്റ് ആണ്. സോ ഹേമറ്റൈറ്റും കാൽഷ്യം കാർബണേറ്റും പിന്നെ എന്താണ് കാർബണുമായിട്ട് എന്ത് ചെയ്തോടാ ഈ ഒരു ഫർണസിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഓക്കെ മക്കളെ, ഇതിനെ പറയുന്ന പേരാണ് മക്കളെ ചാർജ് എന്ന് പറയും. എന്താടാ ചാർജ്. അതായത് ആരൊക്കെ, ഈ കാൽഷ്യം കാർബണേറ്റും ഹേമറ്റൈറ്റും കാർബണും ഇതിന് ടോട്ടലി പറയുന്നതാണ് മക്കളെ എന്ത്, ചാർജ് എന്ന് പറയും. ഓക്കെ അല്ലടാ? സോ നോക്കിക്കോ, അങ്ങനെടാ ഇപ്പം നമ്മൾ ഈ ഒരു ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആരൊക്കെയുണ്ടടാ, ചാർജ് എന്ന് പറഞ്ഞാൽ അവിടെ ആരൊക്കെയുണ്ട് പറഞ്ഞ മക്കൾ പറഞ്ഞ Fe2O3 ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ കാർബൺ കോക്ക് ഉണ്ട്, പിന്നെ കൂടാതെ അവിടെ ആരുണ്ടടാ കാർബൺ മോണോ കാർബൺ കാൽഷ്യം കാർബണേറ്റ് കേട്ടോ. ഇങ്ങനെ 3 ആളുകളുണ്ട് കേട്ടോ ഇവിടെ. സോ ഇവരെ പറയുന്ന പേരാണ് ചാർജ് എന്ന് പറയും. എന്താ പറയുക, ചാർജ്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ചാർജ് മേലെ ഉണ്ട് കേട്ടോ. എടാ ഞാൻ ടെമ്പറേച്ചർ ഇവിടെ മേലെ താഴെ കൊടുത്തിട്ടുണ്ട് 2170 അല്ലേ. അപ്പോൾ വെറുതെ കൊടുത്തിട്ടൊന്നുമല്ല, അത് വെറുതെ കാര്യം ഉണ്ട്, അതൊക്കെ കൊടുക്കാൻ ഒരു കാരണമുണ്ട് മക്കളെ. ഈ ബ്ലാസ്റ്റ് ഫർണസ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഫിഗർ നോക്കി കഴിഞ്ഞാൽ തന്നെ എടാ താഴെ ഏറ്റവും ടെമ്പറേച്ചർ കൂടുതലായിരിക്കും അല്ലേ. താഴെ ഒരു ബ്ലാസ്റ്റ് ഫർണസ് നമ്മൾ ട്രീറ്റ് സമയത്ത് താഴെ ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. അത് മേലേക്ക് വരുന്ന സമയത്ത് ടെമ്പറേച്ചറിൻ്റെ അളവ് എന്ത് ചെയ്തോടാ കുറഞ്ഞു പോയേക്കാണ്. റെഡിയാണോ? മേലേക്ക് അല്ലേ, താഴെ ടെമ്പറേച്ചർ കൂടുതൽ, മേലേക്ക് സമയത്ത് ടെമ്പറേച്ചർ എന്ത് ചെയ്തു കുറച്ച് വന്നിട്ടുണ്ട് അല്ലേ. അത് ക്രീസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഒരു ബ്ലാസ്റ്റ് ഫർണസിൽ താപം അഥവാ ടെമ്പറേച്ചർ മക്കളെ ഏറ്റവും ബോട്ടം സൈഡിൽ എന്താണ് കൂടുതലുമാണ്. ബോട്ടത്തിൽ നിന്ന് ടോപ്പിലേക്ക് സമയത്ത് താഴത്തു നിന്ന് മേലേക്ക് സമയത്ത് ടെമ്പറേച്ചറിൻ്റെ അളവ് കുറഞ്ഞു വരികയാണ്. ഫസ്റ്റ് പോയിന്റ് മനസ്സിലാക്കുന്നുണ്ടോ അതൊക്കെ? സോ അങ്ങനെയാണ് മക്കളെ. ആദ്യടാ ഈ കാർബൺ ഉണ്ടല്ലോടാ, ഈ ചാർജിലുള്ള കാർബൺ ഉണ്ടല്ലോ എടാ, ഈ കാർബൺ എടാ ഇവിടെ ഞാൻ ഓക്സിജനും കണ്ട് ട്രീറ്റ് ചെയ്യുന്നത് കേട്ടോ. എടാ കാർബൺ എടാ ഓക്സിജനുമായിട്ട് എന്ത് ചെയ്തോടാ ട്രീറ്റ് ചെയ്തിട്ട് എന്ത് കിട്ടിയടാ, കാർബൺ മോണോക്സൈഡ് കിട്ടി, കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടി. റെഡിയാണോ? എടാ വീണ്ടും എന്ത് ചെയ്തോടാ ഈ കാർബൺ ഡൈ ഓക്സൈഡ് അവിടെ ഹീറ്റ് കിട്ടുന്നുണ്ട് കേട്ടോ. ഇവിടെ എന്ത് കിട്ടുന്നുണ്ട്, ഹീറ്റ് വരുന്നുണ്ട് കേട്ടോ മക്കളെ. ഇവിടെ ഹീറ്റ് ഏത് സൈഡിലടാ, ഒരു അഭികാരം ഉൽപ്പന്നത്തിന്റെ സൈഡിലല്ലേ. ഇവിടെ ഹീറ്റ് എവിടെയാടാ, ഒരു ഉൽപ്പന്നത്തിന്റെ സൈഡിലാണ് ഹീറ്റ്, അതായത് പ്രൊഡക്റ്റിന്റെ സൈഡിലാണ് ഹീറ്റ്. എടാ പ്രൊഡക്റ്റിന്റെ സൈഡിൽ അഥവാ ഉൽപ്പന്നത്തിന്റെ സൈഡിൽ താപം വന്നു കഴിഞ്ഞാൽ മക്കൾ മനസ്സിലാക്കണം അതിന്റെ ട്രിക്ക് കേട്ടോ. ആ റിയാക്ഷൻ ഏതായിരിക്കും, ഒരു എക്സോതെർമിക് റിയാക്ഷൻ ആയിരിക്കും. റെഡിയാണോ? എന്താ ഞാൻ പറഞ്ഞിട്ടുള്ളത്? അതായത് ഈ കാർബൺ അഥവാ കോക്ക് ആരുമായിട്ട് റിയാക്ട് ചെയ്തോടാ, ഓക്സിജനുമായിട്ട് കൂടിച്ചേർന്നിട്ട് എന്ത് കിട്ടിയടാ, കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടി. എടാ കാർബൺ ഡൈ ഓക്സൈഡിന്റെ കൂടെ ആരും പാടണ്ടടാ, ഹീറ്റ് അഥവാ താപമുണ്ട്. എടാ ഈ താപം എവിടെ കിട്ടിയടാ, ഉൽപ്പന്നം അഥവാ പ്രൊഡക്റ്റിൻ സൈഡിലല്ലേ. എടാ താപം ഉൽപ്പന്നം അഥവാ പ്രൊഡക്റ്റിൻ സൈഡിൽ വന്നു കഴിഞ്ഞാൽ മക്കൾ മനസ്സിലാക്കിക്കോളി, അതേത് റിയാക്ഷൻ എടാ, എക്സോതെർമിക് റിയാക്ഷൻ, അതായത് താപമോചിത രാസപ്രവർത്തനമാണ്. റെഡിയാണോ? അപ്പൊ ഏതായിരിക്കും താപമോചിതം അഥവാ എക്സോതെർമിക്. എപ്പോ ബ്ലാസ്റ്റ് ഫർണസിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്ന സമയത്ത്. ഇനി നോക്കിക്കോട്ടോ, ഈ കാർബൺ ഡൈ ഓക്സൈഡ് ആരുമായി കൂടിച്ചേർന്നോടാ, കാർബൺ കോക്കുമായിട്ട് വീണ്ടും കൂടിച്ചേർന്നു. കൂടാതെ ആരുണ്ടടാ, ഹീറ്റും. നമുക്ക് എന്ത് കിട്ടിയടാ, കാർബൺ മോണോക്സൈഡ് കിട്ടി. എന്ത് കിട്ടിയടാ, കാർബൺ മോണോക്സൈഡ് കിട്ടി. എടാ ഇങ്ങനെ കാർബൺ മോണോക്സൈഡ് കിട്ടുന്ന ഈ റിയാക്ഷൻ നിങ്ങൾ ഹീറ്റ് എവിടെയാണുള്ളത്, അതെ എവിടെയായിരിക്കടാ, അഭികാരം അഥവാ റിയാക്ടിൻ സൈഡിലല്ലേ. എടാ അഭികാരം അഥവാ റിയാക്ടിൻ സൈഡിൽ ഹീറ്റ് വന്നു കഴിഞ്ഞാൽ എൻ്റെ മക്കൾ പറയണം കേട്ടോ, അതേത് റിയാക്ഷൻ ആയിരിക്കടാ, എൻഡോതെർമിക് അഥവാ താപകിരണ റിയാക്ഷൻ ആയിരിക്കും.
റെഡിയാണോ? താപകിരണ രാസപ്രവർത്തനമായിരിക്കും. അപ്പൊ മക്കൾ മനസ്സിലായിക്കോ, കാർബൺ ഡൈ ഓക്സൈഡ്. എടാ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഫോർമേഷനിൽ എടാ ഹീറ്റ് എവിടെയായിരിക്കൂടാ? ഉൽപ്പന്നം അഥവാ പ്രൊഡക്ഷൻ സൈഡിലായിരിക്കും. അപ്പൊ ഇത് റിയാക്ഷൻ ആണ് എക്സോ അഥവാ താപമോചിതം. റെഡിയാണോ? എടാ നെക്സ്റ്റ് നോക്കിക്കോ, കാർബൺ മോണോക്സൈഡിന്റെ ഫോർമേഷനിൽ ഹീറ്റ് അഥവാ താപം എവിടെയായിരിക്കൂടാ? അഭികാരം അഥവാ റിയാക്ടന്റ് സൈഡിലായിരിക്കും. എടാ അങ്ങനെ വന്നു കഴിഞ്ഞാൽ റിയാക്ഷൻ എന്തായിരിക്കൂടാ? എൻഡോതെർമിക്. എന്തായിരിക്കൂടാ? എൻഡോതെർമിക്. അല്ലെങ്കിൽ മലയാളം മീഡിയത്തിൽ എന്ത് പറയടാ? യെസ്, വെരി ഗുഡ്. അത് തന്നെയാ പറഞ്ഞത് അല്ലേ? താപകിരണ രാസപ്രവർത്തനം. സെറ്റാണോ മക്കളെ? സെറ്റാണോ? ഐഡിയ കിട്ടിയോ? ഇനി മക്കളെ നമ്മൾ എടുത്തിട്ടുള്ളത്, അപ്പം ഈ കാർബൺ കോക്കിനെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് മക്കളെ ആരവിടെ ഉള്ളത്? ഹേമറ്റൈറ്റ് അല്ലേ? അല്ലടാ, Fe2O3 എന്ന് പറഞ്ഞാൽ അത് ഹേമറ്റൈറ്റ് ആണ്. Fe3O4 ആണ് മക്കളെ. എന്താടാ പറഞ്ഞോളി. അത് തന്നെ മാഗ്നറ്റൈറ്റ്. റെഡിയാണോ? നമ്മൾ ഇവിടുത്തെ ആരാണെടാ? Fe2O3 അഥവാ ഹേമറ്റൈറ്റ്. എടാ ഹേമറ്റൈറ്റ് ആരുമായിട്ട് ട്രീറ്റ് ചെയ്തോടാ? ഒരു കാർബൺ മോണോക്സൈഡുമായിട്ട് ട്രീറ്റ് ചെയ്തു. അപ്പൊ നിങ്ങൾ ചോദിച്ചു, സാറേ എന്തിനാ ഞങ്ങൾ കാർബൺ മോണോക്സൈഡുമായിട്ട് ട്രീറ്റ് ചെയ്തത്? നിങ്ങൾക്ക് കാർബണുമായിട്ട് ട്രീറ്റ് ചെയ്തൂടെ? നിങ്ങൾക്ക് ഇലക്ട്രോളിസിസ് നടത്തിക്കൂടെ? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മക്കളെ, മോഡറേറ്റ് മെറ്റൽസുകൾ. എടാ മോഡറേറ്റ് അഥവാ മിതമായിട്ടുള്ള ലോഹങ്ങൾ, അതായത് ക്രിയാശേഷിയുള്ള മിതമായിട്ടുള്ള ലോഹങ്ങളുടെ ഓക്സൈഡുകൾ കാർബൺ മോണോക്സൈഡുമായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ കുറച്ചു മുമ്പ്. അപ്പൊ മക്കളെ ഇവിടെ ആരാണ്? അയനാണ്. അയൺ ഒരു മോഡറേറ്റ് റിയാക്റ്റീവ് മെറ്റൽസ് ആണ്. അപ്പൊ അതിന്റെ ഓക്സൈഡുകൾ കാർബൺ മോണോക്സൈഡുമായി ട്രീറ്റ് ചെയ്തു. എടാ കാർബൺ മോണോക്സൈഡ് എന്ന് പറഞ്ഞാൽ എന്താടാ? ഒരു നിരോക്സീകാരി അഥവാ യെസ് അത് തന്നെ റെഡ്യൂസിങ് ഏജന്റ് ആണ്. എടാ അങ്ങനെ ഈ കാർബൺ മോണോക്സൈഡുമായിട്ട് ട്രീറ്റ് ചെയ്തു. എടാ കാർബൺ മോണോക്സൈഡുമായി ട്രീറ്റ് സമയത്ത് എനിക്ക് എന്ത് കിട്ടിയടാ? ഒരു അയൺ കിട്ടി. കഴിഞ്ഞിട്ടില്ല മക്കളെ. ആ അയേണിൽ മക്കളെ ഒരുപാട് അപദ്രവ്യങ്ങൾ അഥവാ ഇമ്പ്യൂരിറ്റീസ് ഉണ്ട്. ആ അയേണിൽ എന്തുണ്ടാ? ഒരുപാട് അപദ്രവ്യങ്ങൾ ഇമ്പ്യൂരിറ്റീസ് ഉണ്ട്. ആ മക്കൾ ഇങ്ങനെ ചോദിച്ചു, സാറ് എന്തായിരിക്കും ആ അപദ്രവ്യങ്ങള്? ഞാൻ പറഞ്ഞു തരാം മക്കളെ, എടാ ആ അയണിന്റെ അല്ലെ അവന്റെ പുറത്ത് അപ്പുറപ്പുറക്ക് ഒരുപാട് ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും. ആ ഇമ്പ്യൂരിറ്റീസിനെ പറയുന്ന പേരാണ് മക്കളെ ഗ്യാങ്. റെഡിയാണോ? എന്തായിരിക്കൂടാ? ഗ്യാങ്. ആ ഗ്യാങ് ഇവിടെ ആരാറിയോടാ? ആരാണോ? എടാ മണൽ അഥവാ സിലിക്കൺ ഡയോക്സൈഡ് ആണ്. റെഡിയാണോ? എന്താടാ? പ്ലസ് ആരും കൂടി ഇടാ, സിലിക്കൺ ഡയോക്സൈഡ്. എന്താണ് സിലിക്കൺ ഡയോക്സൈഡ്? പറയടാ ഫോർമുല എന്താ? SiO2. റെഡിയാണോ? ആ അയണിന്റെ കൂടെ ഒരുപാട് ഗ്യാങ് ഉണ്ടടാ. പേരെന്താടാ? അവന്റെ പേരെന്താടാ? ആ ഗ്യാങ്ങിന്റെ പേരെന്താ? സിലിക്കൺ ഡയോക്സൈഡ്. എടാ സിലിക്കൺ ഡയോക്സൈഡ് പ്രത്യേകത ഉണ്ട്. ആ പ്രത്യേകം നിങ്ങൾക്ക് അറിയോ? നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ പറഞ്ഞിരുന്ന കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് അറിയണ്ടോ നോക്കട്ടെ. അവിടുത്തെ ക്ലാസ്സിൽ നിന്ന് ഓലെ പേരായിരിക്കും ആദ്യം വിളിച്ചത് ഞാൻ. റെഡിയാണോ? ആരായിരിക്കും മക്കളെ? പറ ആൾക്കാരൊക്കെ അവിടെ പറയുന്നുണ്ടോ. ഏതായിരിക്കും മക്കളെ? ഏതായിരിക്കോടാ? അസിഡിക് ആയിരിക്കും അല്ലേ? ഈ സിലിക്കൺ ഡയോക്സൈഡിന്റെ സ്വഭാവം എന്തായിരിക്കോടാ? അസിഡിക് ആയിരിക്കും. ഓൻ എന്താടാ? ആസിഡുമായിട്ടാണ്. ഓന്റെ സ്വഭാവം എന്താണ്? ആസിഡിക് ആണ്. റെഡിയാണോ? അപ്പൊ ചോദിച്ചോടാ, അപ്പൊ നമുക്ക് സംശയം എന്താണ്? നമുക്ക് എന്ത് ചെയ്താലും നമുക്ക് എന്ത് കിട്ടണ? ഈ ഒരു പ്യൂർ മെറ്റൽ കിട്ടണം, പ്യൂർ അയണിനെ കിട്ടണം. ഇപ്പൊ അയണിന്റെ മേലെ പാരുണ്ട്, മണൽ അഥവാ സിലിക്കൺ ഡയോക്സൈഡ് ഉണ്ട്. ഓന്റെ സ്വഭാവം ഇപ്പൊ ആസിഡുമാണ്. അപ്പൊ നിങ്ങൾ ചോദിച്ചു, സാറിഞ്ഞ് ഇപ്പൊ എന്താ കാട്ടുക? അപ്പൊ ആസിഡ് ഉണ്ടല്ലോ, അപ്പൊ നമുക്ക് കിട്ടിയിട്ടില്ല, പ്യൂർ മെറ്റൽ ആയിട്ടില്ലല്ലോ. അപ്പൊ വീണ്ടും നമുക്ക് എന്ത് ചെയ്യടാ? ആസിഡിനെ ഒഴിവാക്കണം. അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായി, ഞാനെടാ കെമിസ്ട്രിയിൽ കുറച്ച് ഇങ്ങനെ ചിന്താഗതി കൂടുതലാട്ടോ. അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞപ്പോൾ ഇച്ച് മനസ്സിലായി, ഇഞ്ചായിരിക്കും നിങ്ങളും ചിന്തിക്കണം കേട്ടോ. അല്ലാതെ നിങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യൂല, ഇത് ഉത്തരം കിട്ടൂല കേട്ടോ. നിങ്ങളും ചിന്തിക്കണം. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ പഠിച്ചിട്ടുണ്ടാവും, എവിടെയൊക്കെയോ പഠിച്ചിട്ടുണ്ട് അല്ലേ? എവിടെയൊക്കെയോ നമ്മളിങ്ങനെ പഠിച്ചിട്ടുണ്ട്. ആസിഡ് ആണെങ്കിൽ ഓനെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ആരുമായിട്ടാ ട്രീറ്റ് ചെയ്യുക? ആരുമായിട്ടാ? ഫസ്റ്റ് ലെറ്റർ B ആണ്. നീല പേപ്പറൊക്കെ കിട്ടും. പേരെന്താടാ? ബേസ്. അവിടത്തോ 2-3 ആൾക്കാരൊക്കെ പറഞ്ഞു കേട്ടോ. ആരാടാ? ബേസ്. അപ്പൊ ആസിഡിനെ അപ്പം നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി, ഇപ്പൊ സിലിക്കൺ ഡയോക്സൈഡ് സ്വഭാവം എന്താണ്? ആസിഡാ. ഓനങ്ങോട്ട് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ആരുമായിട്ട് ട്രീറ്റ് ചെയ്യണടാ? ബേസുമായിട്ട് ട്രീറ്റ് ചെയ്യണം. അപ്പോഴാണ് നമ്മളെ ചെറുക്കം വന്നത്. ആരടാ? കാക്കോത്രി അഥവാ കാൽഷ്യം കാർബണേറ്റ്. എടാ ഈ കാൽഷ്യം കാർബണേറ്റ് എടാ CaCO3 കാക്കോത്രി ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് കാൽഷ്യം ഓക്സൈഡും പിന്നെ കൂടാതെ എന്തും കിട്ടിയടാ? കാർബൺ ഡൈ ഓക്സൈഡും കിട്ടി. അപ്പൊ മക്കള് പറയണടാ, ഈ കാൽഷ്യം ഓക്സൈഡിന്റെ സ്വഭാവം എന്താ അറിയടാ? ഓനൊരു ബേസ് ആണ്. ഓൻ എന്താ മക്കളെ? ഒരു ബേസ് ആണ്. അപ്പൊ നോക്കിക്കോ, ഈ ഒരു സിലിക്കൺ ഡയോക്സൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള അസിഡിക്ക മക്കളെ, സിലിക്കൺ ഡയോക്സൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള അസിഡിക്ക, അതായത് ഓൻ ആരാണ്? യെസ്, ഓൻ ഗ്യാങ് ആണ്.
ഗ്യാങ് എടാ ഓൻ ആരുമായിട്ടെടാ കൂടിച്ചേർന്നടാ ഇവിടുത്തെ ബേസ് ആരടാ കാൽഷ്യം ഓക്സൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ബേസ് ആണ് എടാ ഈ ഒരു ബേസിനെ പറയുന്ന പേരാണടാ ഫ്ലെക്സ് എന്താടാ ഫ്ലെക്സ് അങ്ങനെ ഗ്യാങ്ങും ഫ്ലെക്സും കൂടിച്ചേർന്ന് കഴിഞ്ഞാൽ എന്ത് കിട്ടടാ എന്ത് കിട്ടും നിങ്ങൾക്ക് അറിയില്ലെങ്കിലും നിങ്ങൾ പഠിച്ചോളി എടാ ഗ്യാങ്ങും ഫ്ലെക്സും കൂടിച്ചേർന്ന് കഴിഞ്ഞാൽ സ്ലാഗ് ആണ് കിട്ടുക ആരാ കിട്ടുക സ്ലാഗ് ആണ് കിട്ടുക അപ്പൊ ഗ്യാങ്ങും ഫ്ലെക്സും കൂടിച്ചേർന്ന് നമുക്ക് എന്താ കിട്ടൂടാ സ്ലാഗ് കിട്ടും ഇവിടുത്തെ ഗ്യാങ് ആരടാ സിലിക്കൺ ഡൈ ഓക്സൈഡ് ആണ് ഇവിടുത്തെ ഫ്ലെക്സ് ആരടാ കാൽഷ്യം ഓക്സൈഡ് ആണ് എന്തായിരിക്കൂടാ ഫ്ലെക്സിന്റെ നേച്ചർ ബേസ് ആണ് എന്തായിരിക്കൂടാ ഗ്യാങ്ങിന്റെ നേച്ചർ അതെന്തായിരിക്കൂടാ ആസിഡിക് ആയിരിക്കും റെഡിയാണോ അപ്പൊ ഞാൻ കുട്ടിയാൾക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കുക എടാ ഗ്യാങ്ങിന്റെ ഫസ്റ്റ് ലെറ്റർ ആരാ ജി ആണ് സെക്കൻഡ് ലെറ്റർ ആരാണ് എ ആണ് അപ്പൊ ഗ്യാങ് ആണെങ്കിൽ അതിന്റെ സ്വഭാവം എന്തായിരിക്കൂടാ ആസിഡിക് ആണ് റെഡിയാണോ മക്കളെ ആസിഡിക് ആയിക്കോട്ടെ ഗ്യാങ് ആയിക്കോട്ടെ ഇവിടെ ആരായിരിക്കും സിലിക്കൺ ഡൈ ഓക്സൈഡ് ആയിരിക്കും റെഡിയാണോ ബേസ് ആരാടാ ബേസ് ആരാണ് കാൽഷ്യം ഓക്സൈഡ് എന്തായിരിക്കോടാ ഫ്ലെക്സ് ആയിരിക്കും എടാ ഗ്യാങ്ങും ഫ്ലെക്സും കൂടി ചേർന്ന എന്ത് കിട്ടൂടാ സ്ലാഗ് കിട്ടുകയാണെങ്കിൽ പറയണം മക്കളെ പറയണം സിലിക്കൺ ഡൈ ഓക്സൈഡും കാൽഷ്യം ഓക്സൈഡും കൂടി ചേർന്ന് കഴിഞ്ഞാൽ എന്ത് കിട്ടൂടാ കാൽഷ്യം സിലിക്കേറ്റ് അഥവാ CaSiO3 കിട്ടും റെഡിയാണോ ഇപ്പൊ നിങ്ങൾ പറയും അപ്പൊ നിങ്ങൾ പറഞ്ഞു സാറെ സ്ലാഗ് കിട്ടിയെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചട്ടെ മക്കളെ ഈ അയൺ ഇപ്പൊ ഫ്രീ ആയില്ലേ എടാ ഇപ്പൊ ഈ അയൺ ഫ്രീ ആയില്ലേ ആ സിലിക്കൺ ഡൈ ഓക്സൈഡ് കൂടിച്ചേർന്നില്ലേ ഞാനുമായിട്ടാണ് കൂടിച്ചേർന്നത് നിങ്ങളുമായിട്ടാണ് കൂടിച്ചേർന്നത് അല്ല ആരുമായിട്ടടാ കാൽഷ്യം ഓക്സൈഡുമായിട്ടാണ് കൂടിച്ചേർന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് എന്ത് കിട്ടിയടാ സ്ലാഗ് കിട്ടി സെറ്റാണോ മക്കളെ അപ്പൊ നമുക്ക് എന്ത് കിട്ടിയടാ ഒരു പ്യൂറസ്റ്റ് അയൺ കിട്ടി ഈ ഒരു സ്ലാഗ് നമ്മൾ സിമെന്റ് ഫാക്ടറിയിൽ അഥവാ സിമെന്റ് മാനുഫാക്ചറിലൊക്കെ ഉപയോഗിക്കുന്നു ജസ്റ്റ് മനസ്സിലാക്കി എടുക്കുക കേട്ടോ ജസ്റ്റ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്താൽ മതി കേട്ടോ സെറ്റാണോ മക്കളെ സെറ്റാണോ പിന്നെ അതുപോലെ തന്നെ മക്കളെ 4% ഓഫ് ഈ അയണിൽ മക്കളെ 4% കാർബൺ ഉണ്ട് നമ്മൾ എന്ത് പറയടാ പിഗ് അയൺ എന്ന് പറയും കേട്ടോ എന്ത് പറയടാ പിഗ് അയൺ ഈ ഒരു അയണിന്റെ കൂടെ മോർ ദാൻ 2% ഓഫ് കാർബൺ നമ്മൾ എന്ത് പറയും കാസ്റ്റ് അയൺ എന്ന് പറയും എന്താണടാ കാസ്റ്റ് അയൺ പിന്നെ അതുപോലെ തന്നെ ഈ അയണിന്റെ കൂടെ 0.2 to 0.05% നമുക്ക് അതിനെന്ത് പറയടാ എന്ത് പറയാം റോട്ട് അയൺ എന്ന് പറയും ജസ്റ്റ് മനസ്സിലാക്കുക പിഗ് അയൺ കാസ്റ്റ് അയൺ റോട്ട് അയൺ ഈ അയണിന്റെ കൂടെ കാർബണിന്റെ പെർസെൻറ്റേജ് ഉദ്ദേശിക്കുന്നത് കേട്ടോ സെറ്റാണോ മക്കളെ ബ്ലാസ്റ്റ് ഫർണസ് നിങ്ങൾക്ക് സെറ്റാണോ ഈ ഒരു ചാപ്റ്ററിലുള്ള ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ മക്കൾ ആരാണ് ബ്ലാസ്റ്റ് ഫർണസ് കേട്ടോ പിന്നെ നമുക്ക് എന്താ സ്റ്റീലിനെ പറ്റിയിട്ട് നോക്കിയാലോടാ മൈൽഡ് സ്റ്റീല് മീഡിയം സ്റ്റീല് ഹൈ കാർബൺ സ്റ്റീല് എടാ ഇതിന്റെ പെർസെൻറ്റേജ് കേട്ടോ ഈ ഒരു സ്റ്റീലില് കാർബണിന്റെ പെർസെൻറ്റേജ് ആണ് ഇവിടെ ഉള്ളത് കേട്ടോ 0.2 to 0.6 0.6 to 1.5 പിന്നെ അതിന്റെ യൂസസ് കേട്ടോ മാനുഫാക്ചറിങ് അഗ്രികൾച്ചർ ടൂള് ഫോർ കൺസ്ട്രക്ഷൻ ഓർ റെയിൽവേ ട്രാക്ക് ഫോർ മാനുഫാക്ചർ ഓഫ് സർജിക്കൽ ഇൻസ്ട്രുമെന്റ് അതായത് ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് അല്ല അങ്ങനത്തെ അതിനെ പറയുന്ന സർജിക്കൽ ഇൻസ്ട്രുമെന്റ് കേട്ടോ സോ റെഡി ആണോടാ നെക്സ്റ്റ് ഒന്ന് നോക്കിക്കോ എക്സ്ട്രാക്ഷൻ ഓഫ് അലുമിനിയം നമുക്ക് എക്സ്ട്രാക്ട് ചെയ്ത് നോക്കാം ഇപ്പൊ നമ്മൾ അയൺ എക്സ്ട്രാക്ട് ചെയ്തു അതിനെ ബ്ലാസ്റ്റ് ഫർണസ് എന്ന് പറഞ്ഞു അവിടെ ഉപയോഗിക്കുന്ന റെഡ്യൂസിങ് ഏജന്റ് ആരാണ് ഇന്റെ പേര് പറയണോ നിങ്ങളെ പേര് പറയണോ പിന്നെ ആരെ പേര് പറയണം കാർബൺ മോണോക്സൈഡിന്റെ പേര് പറയണം അതല്ല ഞാൻ പഠിപ്പിച്ചത് ഓക്കെ നോക്കിക്കോ ഇനി നമുക്ക് എക്സ്ട്രാക്ഷൻ ഓഫ് അലുമിനിയം നോക്കാം എടാ Al2O3.2H2 ഞാൻ പറഞ്ഞില്ല കേട്ടോ Al2O3.2H2 ആരാ പറയിച്ചറിയില്ല നിങ്ങൾ കമന്റ് ബോക്സിൽ എന്ത് ചെയ്യുക ഓനെ പേര് അറിയിക്കും കേട്ടോ ഞാൻ ഈ ചാപ്റ്റർ ഇത് കഴിഞ്ഞിട്ട് അവസാനം കേട്ടോ പറഞ്ഞുള്ളൂ കാരണം ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് Al2O3.2H2 ആരായിരിക്കും മക്കളെ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിക്കൂടി അപ്പൊ മക്കളെ Al2O3.2H2 ആരുമായിട്ട് കൂടി ചേർന്നടാ NaOH കൂടി ചേർന്നു NaOH ആരാ മക്കളെ ഒരു ബേസ് ആണ് അല്ലടാ NaOH ബേസ് അല്ലേ അല്ല അസിഡ് ആയി മാറുമോ അല്ലല്ലോ ഓൻ എന്തായിരിക്കും ബേസ് ആണ് കാരണം OH കണ്ടില്ലേ എടാ OH ഉണ്ടെങ്കിൽ അതെന്താടാ ബേസ് ആണ് H മാത്രം എന്താണ് ആസിഡ് ആണ് 9ാം ക്ലാസ്സിന് പഠിച്ചിട്ടുണ്ടോ അതൊക്കെ സോ മക്കളെ Al2O3.2H2 എന്ന് പറഞ്ഞാൽ ആരായിരിക്കും ബോക്സൈറ്റ് കേട്ടോ ഇനി മണ്ടത്രം കാണിട്ട് അത് ഇനി ക്രയോലൈറ്റ് എന്ന് പറയരുത് കേട്ടോ ബോക്സൈറ്റ് ആണ് അങ്ങനെടാ ബോക്സൈറ്റ് ആരുമായിട്ട് കൂടി ചേർന്നോടാ ഈ ഒരു ബേസുമായിട്ട് അഥവാ സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് കൂടി ചേർന്നു അപ്പൊ നമുക്ക് എന്ത് കിട്ടുന്നടാ നാളോ2 എന്താണടാ നാളോ2 അതിനെ പറയുന്ന പേര് നാളോ2 എന്നല്ല കേട്ടോ ഞാനൊരു മറ്റേ കോൾ ഉണ്ടാക്കിയതാ ഇതിനെ പറയുന്ന പേരാടാ സോഡിയം അലുമിനേറ്റ് എന്തായിരിക്കോടാ സോഡിയം അലുമിനേറ്റ് റെഡിയാണോ അപ്പൊ അങ്ങനെ ഒരു ബോക്സൈറ്റ് മക്കളെ സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് കൂടി ചേർന്ന് കഴിഞ്ഞാൽ എന്ത് കിട്ടൂടാ നാളോ2 അഥവാ NaAlO2 അഥവാ സോഡിയം അലുമിനേറ്റ് കിട്ടുന്നു റെഡിയാണോടാ അങ്ങനെ ഈ നാളോ2 വീണ്ടും വാട്ടറുമായിട്ട് ട്രീറ്റ് ചെയ്തു അതായത് സോഡിയം അലുമിനേറ്റ് വീണ്ടും ഞാൻ എന്ത് ചെയ്തോടാ വാട്ടറുമായിട്ട് ആഡ് ചെയ്തു എടാ അങ്ങനെ
അങ്ങനെയാണെങ്കിലടാ വാട്ടറുമായിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് കിട്ടുടാ? അലുമിനിയം ഹൈഡ്രോക്സൈഡ് കിട്ടും. കാരണം ഹൈഡ്രോക്സൈഡ് എങ്ങനെ ALOH ത്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലുമിനിയം ഹൈഡ്രോക്സൈഡ്. ആ അലുമിനിയം ഹൈഡ്രോക്സൈഡ് വേണ്ടോടെ ഇതാ റിയാക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടുന്നടാ? അലുമിനേറ്റ്. ആ അലുമിനേറ്റിനെ പറയുന്ന പേരാണടാ Al2O3 അൾട്ടോ O3 എന്ന് പറയും കുട്ടികളോട്. റെഡിയാണോ? അപ്പം മക്കളെ നമ്മളിപ്പോൾ എന്താ കിട്ടേണ്ടത്? ഈ ഒരു ബോക്സൈറ്റിനെ ട്രീറ്റ് ചെയ്ത് അവസാനം നമുക്ക് എന്ത് കിട്ടുന്നു? അൾട്ടോ O3 അഥവാ അലുമിനേറ്റ് കിട്ടുന്നു. കാരണം എന്താണ്? സോഡിയത്തെ അങ്ങോട്ട് ഇല്ലാതാക്കി നമുക്ക് എന്താ കിട്ടുക? അൾട്ടോ O3 അഥവാ അലുമിനേറ്റ് കിട്ടുന്നു. സെറ്റാണോ? ഈ Al2O3 പറയുന്ന പേരെന്താണ്? അലുമിനേറ്റ്. റെഡിയാണോ? എന്തായിരിക്കും? അലുമിനേറ്റ്. ഈ അലുമിനേറ്റ് നമുക്ക് എവിടുന്ന കിട്ടുന്നതടാ? പറയടാ മക്കളെ, അലുമിനേറ്റ് നമുക്ക് എവിടുന്ന കിട്ടുന്നത്? ആകാശത്ത് നിന്നാണോ കിട്ടുന്നത്? അല്ല മേലെ നിന്നാണോ കിട്ടുന്നത്? അല്ല ഞാൻ മറ്റേ മാങ്ങമരത്തിനാണോ പറിച്ചെടുക്കുന്നത്? എവിടുന്ന കിട്ടുന്നത്? അതേടാ ബോക്സൈറ്റിൽ നിന്ന്. അങ്ങനെ പറയാൻ കേട്ട്. ബോക്സൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ സാധനം? ബോക്സൈറ്റ് എവിടുന്ന കിട്ടുന്നത്? ബോക്സൈറ്റ് ആരാണ്? അലുമിനിയത്തിന്റെ മിനറലാണോ? മിനറലാണ് കേട്ടോ. പക്ഷെ എന്തും കൂടിയാണടാ? ഓറുകളാണ് അഥവാ അയിരുകളാണ്. സെറ്റാണോടാ? അങ്ങനെ ഈ ബോക്സിൽ നമുക്ക് എന്ത് കിട്ടിയടാ? അലുമിനേറ്റ് കിട്ടി. റെഡിയാണോ? സെറ്റാണോ? അലുമിനിയത്തിന്റെ ഓക്സൈഡ് ഓർ കേട്ടോ. റെഡിയാണോടാ? സോ നെക്സ്റ്റ് ഒന്ന് നോക്കിക്കോ. നെക്സ്റ്റ് നോക്കിക്കോ മക്കളെ, അലൂമിനിയത്തിന്റെ എക്സ്ട്രാക്ഷൻ ആട്ടോ അത് ഉള്ളത്. സോ ഇവിടെ നമ്മൾ കണക്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ കേട്ടോടാ മക്കളെ. ഇതെന്താടാ? കാർബൺ റോഡാണ് കേട്ടോ. ഇതെന്താടാ? കാർബൺ റോഡ്. ഈ കാർബൺ റോഡ് എന്തായി കണക്ട് ചെയ്തോടാ? ആനോഡായിട്ടാണ് കണക്ട് ചെയ്തത് കേട്ടോ മക്കളെ. ഇതെന്താണ്? കാർബൺ ലൈനിങ് ആണ്. അതെന്താടാ? കാഥോഡുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. റെഡിയാണോ മക്കളെ? ഇവിടെ എന്താടാ? ഈ ഒരു അലൂമിനിയം അഥവാ അൾട്ടോ O3 അഥവാ Al2O3 ഉണ്ട്. എടാ ഈ Al2O3 പ്രത്യേകത ഉണ്ട്, മനസ്സിലാക്കും കേട്ടോ. എടാ എന്തിനാ നമ്മൾ ക്രയോലൈറ്റ് ആഡ് ചെയ്യുന്നതാ? ക്രയോലൈറ്റ് എന്തിനാ ആഡ് ചെയ്യുന്നത്? എടാ ദ്രവണാങ്കം അഥവാ മെൽറ്റിംഗ് പോയിന്റ് കുറക്കാനും ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കൂട്ടാനും, അതായത് ദ്രവണാങ്കം കുറക്കാനും ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കൂട്ടാനുമായിട്ടാണ് നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നതാ? മോൾട്ടൺ ക്രയോലൈറ്റ് ആഡ് ചെയ്യുന്നത്. റെഡിയാണോ? അങ്ങനെ മക്കളെ ഇത് ആഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യും? ഈ അലുമിനേറ്റ് അഥവാ ഈ ഒരു അൾട്ടോ O3 ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് നമുക്ക് അലുമിനിയം 3+ ഓക്സിജൻ 2- കിട്ടും. റെഡിയാണോ? അപ്പൊ മക്കളെ പോസിറ്റീവ് ആണല്ലോ അലുമിനിയം. എടാ പോസിറ്റീവ് ആരുമായിട്ടാണ് അട്രാക്ട് ചെയ്യുക? നെഗറ്റീവുമായിട്ടല്ലേ. ഇവിടെ നെഗറ്റീവ് ആരടാ? കാർബൺ അല്ലേ. സോ അലുമിനിയം ആരുമായിട്ട് കൂടിച്ചേരുടാ? ഈ കാഥോഡുമായിട്ട് അഥവാ നെഗറ്റീവ് കാർബൺ ലൈനിങ്ങുമായിട്ട് കൂടിച്ചേരും. എടാ ഓക്സിജൻ ചാർജ് എന്താ? നെഗറ്റീവ് അല്ലേ. ഓൻ ആരുമായിട്ട് കൂടിച്ചേരുടാ? ഈ കാർബൺ റോഡുമായിട്ട് കൂടിച്ചേരും. സെറ്റാണ് മക്കളെ? ഈ ഓക്സിജൻ ആരുമായിട്ട് കൂടിച്ചേരുടാ? കാർബണുമായിട്ട് കൂടിച്ചേരും. മക്കളെ അലുമിനിയം ആരുമായിട്ട് കൂടിച്ചേരുടാ? ഈ കാഥോഡ് നെഗറ്റീവ് ചാർജുമായിട്ട് കൂടിച്ചേരും. കാരണം നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവുമായിട്ട് അട്രാക്ട് ചെയ്യുക. അങ്ങനെ മക്കളെ കാഥോഡിന് സംഭവിക്കുന്നടാ. കാഥോഡിൽ അലുമിനിയം ഉണ്ട്, കാഥോഡിന് സംഭവിക്കുന്നു. ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ നിങ്ങൾക്ക് ഇലക്ട്രോ കെമിസ്ട്രി മുതൽ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തായിരിക്കും സംഭവിക്കുക? 2-3 ആൾക്കാരൊക്കെ പറയുന്നുണ്ടാവും കേട്ടോ. ആരായിരിക്കും സംഭവിക്കുക? പറഞ്ഞോളി. ഞാൻ പറഞ്ഞില്ല, പറഞ്ഞോളി. അത് തന്നെ. ആരായിരിക്കും സംഭവിക്കുക? റിഡക്ഷൻ. കാഥോഡിന് സംഭവിക്കുക റിഡക്ഷൻ ആണ് കേട്ടോ. ഇനി ആരോടൊന്ന് സംഭവിക്കുക? ഓക്സിഡൻ. അപ്പോൾ ഇത് അറിയാത്ത കുട്ടികൾ, ഇപ്പോൾ ഫസ്റ്റ് കാണുന്ന കുട്ടികൾ എന്ത് ചെയ്യുക? നമ്മുടെ പഴയ ഇലക്ട്രോ കെമിസ്ട്രീൻ്റെ ഒക്കെ വീഡിയോ എന്ത് ചെയ്യുക? പോയിട്ട് കണ്ട് ചെയ്യണം. എന്നാലും കിട്ടുള്ളൂ കേട്ടോ. ഓക്സിഡേഷൻ റിഡക്ഷൻ അറിയാത്ത കുട്ടികൾ എന്ത് ചെയ്യുക? നമ്മൾ ബേസിക് നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ട്? ഇലക്ട്രോ കെമിസ്ട്രി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണടാ? നമ്മളെ പഴയ വീഡിയോ ഇലക്ട്രോ കെമിസ്ട്രി അപ്ലോഡ് ചെയ്തേക്കും. അതെന്ത് ചെയ്യണം? കണ്ടിട്ട് വേണം ഇങ്ങോട്ട് കയറാൻ കേട്ടോ. നമ്മൾ ഈ സാധനം മനസ്സിലാവുള്ളൂ കേട്ടോ. ഇപ്പോൾ ബാക്കിയുള്ളവരൊക്കെ അവിടെ ഓക്സിജൻ റിഡക്ഷൻ പറയാൻ കാരണം എന്താ? ഒരു ഇലക്ട്രോ കെമിസ്ട്രിയുടെ വീഡിയോ കൃത്യമായിട്ട് കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള കണ്ട കുട്ടികൾക്കുള്ള എന്ത് ചെയ്യുക? ബേസ് സ്ട്രോങ് ആയി കഴിഞ്ഞാൽ പിന്നെ അവസാനം നമ്മൾ സെറ്റാക്കി തരും. റെഡിയാണോടാ? സോ അപ്പോൾ മനസ്സിലാക്കുക, കാഥോഡിൽ സംഭവിക്കൂടാ റിഡക്ഷൻ അഥവാ നിരോക്സീകരണം, ആനോഡിൽ സംഭവിക്കുക ഓക്സിഡേഷൻ അഥവാ ഓക്സീകരണം സംഭവിക്കുന്നു. റെഡിയാണോ? സോ ഇത്രയും നമുക്കുള്ള ഈ ഒരു കൊറോഷൻ ഉണ്ട് കേട്ടോടാ. ലാസ്റ്റ് വൺ കൊറോഷൻ എന്ന് പറഞ്ഞത്രേ അറ്റ്മോസ്ഫിയറിൽ മക്കളെ ധാരാളം ഓക്സിജൻസ് ഉണ്ട് അല്ലേ? ധാരാളം ഗ്യാസുകളുണ്ട്, വാതകങ്ങളുണ്ട്. അന്തരീക്ഷത്തിൽ മക്കളെ ധാരാളം വാതകങ്ങളുണ്ടടാ. ഈ വാതകങ്ങളടാ ചില മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ആ മെറ്റലിന്റെ യഥാർത്ഥ സ്വഭാവത്തെ നഷ്ടപ്പെടുത്തും. അതായത് ഡിസ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം ഇറ്റ്സ് ഗ്യാസ്. അതായത് അറ്റ്മോസ്ഫിയറിൽ ഒരുപാട് വാതകങ്ങളുണ്ട്. ആ വാതകങ്ങളൊക്കെ മക്കളെ മെറ്റലുമായിട്ട് എന്ത് ചെയ്യടാ? റിയാക്ട് ചെയ്തിട്ട് ആ മെറ്റലിന്റെ സ്വഭാവം അങ്ങോട്ട് ഇല്ലാതാക്കി മാറ്റുക. സോ അതിനെ പറയുന്ന പേരാണ് മക്കളെ എന്തായിരിക്കൂടാ? കൊറോഷൻ എന്ന് പറയും. റെഡിയാണോ? എന്തായിരിക്കൂടാ? തുരുമ്പ് അഥവാ
കൊറോഷൻ എന്ന് പറയും. എടാ ഇങ്ങനെ ഈ കൊറോഷനെ നമുക്ക് ജസ്റ്റ് ഇല്ലാതാക്കാൻ വേണ്ടി നമുക്ക് 2 മെത്തേഡാണ് സ്വീകരിക്കാൻ പറ്റുന്നത്. ഒന്ന് ഗാൽവനൈസേഷൻ, രണ്ടാമത്തെ എന്താടാ കാഥോഡിക് പ്രൊട്ടക്ഷനും. സോ കൊറോഷൻ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ, അറ്റ്മോസ്ഫിയറിലെ എല്ലാ ഗ്യാസുകളും ഈ മെറ്റലുമായിട്ട് കൂടിച്ചേർന്നിട്ട് ആ മെറ്റലിന്റെ യഥാർത്ഥ സ്വഭാവത്തെ ഇല്ലാതാക്കി മാറ്റും. അതായത് ഡിസ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ, അതിനെ പറയുന്ന പേരാ മക്കളെ എന്താടാ കൊറോഷൻ എന്ന് പറയും. ആ കൊറോഷന്റെ ആ കൊറോഷൻ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി 2 മെത്തേഡ് പഠിച്ചോളി. ഒന്നാരായിരിക്കൂടാ ഗാൽവനൈസേഷൻ, രണ്ടാമത്തെ ആരാടാ കാഥോഡിക് പ്രൊട്ടക്ഷൻ. ഇത്രയുള്ളൂ മക്കളെ ഈ ചാപ്റ്ററിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യണം, ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്ത് ചെയ്യുക, പഠിച്ചെടുക്കുക. ഏതൊക്കെ മറ്റേ കോൺസെൻട്രേഷൻ ഓഫ് ഓറിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആരാ ലീച്ചിങ്, പിന്നെ കാൽസിനേഷൻ, റോസ്റ്റിംഗ്, ലിക്വേഷൻ, ഡിസ്റ്റിലേഷൻ, ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ്, ബ്ലാസ്റ്റ് ഫർണസ്, അവസാന അലുമിനിയത്തിൻ്റെ എക്സ്ട്രാക്ഷൻ, പിന്നെ സ്റ്റീലിൻ്റെ കേസ്. റെഡി ആണോടാ? കൊറോഷൻ ഒന്നും ഇതുവരെ ചോദിച്ചിട്ടൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ക്ലിയർ ആണോ മക്കളെ? നെക്സ്റ്റ് ക്ലാസ്സുമായിട്ട് എന്ത് ചെയ്യുക, വീണ്ടും കാണാം. താങ്ക് യു.